പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2nd യൂണിറ്റിലെ 3rd ലെസൺ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. കണ്ടന്റ്സ്. ഫീച്ചേഴ്സ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. ന്യൂസ് ഹെഡ്ലൈൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് മലാല. ടൈറ്റിൽസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് areas of specialization. Some synonyms, prepositions, action verb and stative verbs. Brief introduction to auxiliary verbs, phrasal verbs, subject-verb agreement. Expressions for making recommendations, expressions for introducing someone. Then game zone and slogans. ഇത്രയും വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുന്നത് തീർച്ചയായും വരും എക്സാമുകളിൽ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും. Now the first activity under Let's Explore. Read the news headline given below and answer the questions. ഇവിടെ ഒരു ന്യൂസ് ഹെഡ്ലൈൻ നൽകിയിട്ടുണ്ട്, അത് വായിക്കുക, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ന്യൂസ് ഹെഡ്ലൈൻ ഇതാണ്: മലാല യൂസഫ്സായി ഷോട്ട്, നേഷൻ പ്രേസ് ഫോർ ഹർ. മലാല യൂസഫ്സായി ആക്രമിക്കപ്പെട്ടു, രാജ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാട്ട് ഇൻഫർമേഷൻ ഡസ് ദി ഹെഡ്ലൈൻ കൺവേ? എന്ത് വിവരമാണ് ഈ ന്യൂസ് ഹെഡ്ലൈൻ നമുക്ക് നൽകുന്നത്? ഇൻഫർമേഷൻ അബൌട്ട് ദി അറ്റാക്ക് ഓൺ മലാല, മലാലയുടെ മേൽ സംഭവിച്ച ആക്രമണത്തെക്കുറിച്ചും, ആൻഡ് പീപ്പിൾസ് ഷോക്ക് ആൻഡ് പ്രേയേഴ്സ് ഫോർ ഹർ, ജനങ്ങളിൽ ഉണ്ടാക്കിയ ഞെട്ടലിനെ കുറിച്ചും, രാജ്യം ആ വാർത്ത കേട്ട് ഞെട്ടിയതിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ ജനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ ന്യൂസ് ഹെഡ്ലൈൻ പറയുന്നത്. ഡസ് ദി ഹെഡ്ലൈൻ ഗ്രാബ് ദ റീഡേഴ്സ് അറ്റൻഷൻ? ഈ ന്യൂസ് ഹെഡ്ലൈൻ വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുവോ? ഹൗ? എങ്ങനെയാണത് ശ്രദ്ധ ആകർഷിക്കുന്നത്? യെസ്, ഇറ്റ് ക്രിയേറ്റ്സ് ഷോക്ക് ആൻഡ് കൺസേൺ. കാരണം തീർച്ചയായിട്ടും ഇത് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ന്യൂസ് ഹെഡ്ലൈൻ തന്നെയാണ്. അതിനുള്ള കാരണം ഇറ്റ് ക്രിയേറ്റ്സ് ഷോക്ക് ആൻഡ് കൺസേൺ. വായനക്കാരിൽ ഞെട്ടലും ആശങ്കയും സൃഷ്ടിക്കുന്നു. ഇത്തരമൊരു ഹെഡ്ലൈൻ കാണുമ്പോൾ ആരും അത് വായിക്കും, അതുമായി ബന്ധപ്പെട്ട വാർത്തയും വായിക്കും. ഈസ് ദ ഹെഡ്ലൈൻ ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ്? ഈ ഹെഡ്ലൈൻ ചുരുങ്ങിയ വാക്കുകളിലാണോ, ബ്രീഫാണോ? അതോടൊപ്പം തന്നെ ടു ദ പോയിന്റ്, അത് വാർത്തയിലേക്ക് കൃത്യമായി സൂചന നൽകുന്നതാണോ, വളരെ ഡയറക്റ്റ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബ്രീഫ്. തീർച്ചയായും ഈ ഹെഡ്ലൈൻ വളരെ ചുരുങ്ങിയ ഒരു വാക്കുകളിൽ തയ്യാറാക്കിയ ആകർഷണീയമായ ഒരു ചുരുങ്ങിയ ഹെഡ്ലൈൻ തന്നെയാണ്. ബട്ട് എന്നാൽ ടോക്സ് വെൽ എബൌട്ട് ദ ഷോക്കിംഗ് ഇൻസിഡൻറ്റ്. ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ ആ ഹെഡ്ലൈൻ അതുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തയെക്കുറിച്ച് നന്നായി പറയുന്നുമുണ്ട്. നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഹെഡ്ലൈൻ. Now let's now identify a few features of news headlines. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂസ് ഹെഡ്ലൈനുകളുടെ പ്രത്യേകതകളെ ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കണം ഒരു ന്യൂസ് ഹെഡ്ലൈൻ? എ ഗുഡ് ന്യൂസ് ഹെഡ്ലൈൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് കൺസൈസ്. വളരെ വ്യക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ കൺസൈസ്, വളരെ ഷോർട്ടായിരിക്കണം, ബ്രീഫായിരിക്കണം, കുറഞ്ഞ വാക്കുകളിൽ പറയണം. ദെൻ കാച്ചി ആൻഡ് ക്രിസ്പ്, വളരെയധികം ആകർഷണീയമായിരിക്കണം. കാച്ചി ഹിയർ മീൻസ് അട്രാക്റ്റീവ് ആയിരിക്കണം, വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലായിരിക്കണം. വളരെ ക്രിസ്പായിരിക്കണം, പറയുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. ദെൻ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലും, ആൻഡ് ഡയറക്റ്റ് ടു ദ ന്യൂസ് ഇൻസിഡൻറ്റ്, വാർത്തയിലേക്ക് നേരിട്ട് ബന്ധമുള്ള തരത്തിലുമായിരിക്കണം. എൻഗേജിങ് ആൻഡ് അക്യുറേറ്റ്, വായനക്കാരെ പിടിച്ചു നിർത്തുന്ന, അത് വായിക്കാൻ, ആ വാർത്ത വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ന്യൂസ് ഹെഡ്ലൈൻ. ആൻഡ് അക്യുറേറ്റ്, വളരെ കൃത്യമായിരിക്കണം. ബാലൻസ്ഡ് ആൻഡ് ഫെയർ, നിഷ്പക്ഷമായിരിക്കണം, അതോടൊപ്പം തന്നെ നീതിയുക്തവുമായിരിക്കണം. വാർത്തയുമായിട്ട് പൊരുത്തപ്പെടുന്ന ആ വാർത്ത തന്നെ നിഷ്പക്ഷവും നീതിയുക്തവുമായിരിക്കണം. അതുമായിട്ട് നീതി പുലർത്തുന്ന തരത്തിലുമായിരിക്കണം ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ പറയുന്നതൊന്നും വാർത്ത മറ്റൊന്നും എന്ന രൂപത്തിലാകരുത്. സ്പെസിഫിക് ആൻഡ് മീനിങ് ഫുൾ, വാർത്തയിലേക്ക് നേരിട്ട് ബന്ധമുള്ളതും
അതോടൊപ്പം അർത്ഥവത്വമായിരിക്കണം. വാർത്തയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലായി പോകരുത്, അർത്ഥശൂന്യമായി പോകരുത് ഹെഡ്ലൈൻ എന്നർത്ഥം. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ന്യൂസ് റിപ്പോർട്ടുകൾ എക്സാമിൽ തയ്യാറാക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ന്യൂസ് ഹെഡ്ലൈൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. The following news headlines relate to Malala's Nobel Peace Prize. ഇവിടെ 3 ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ മലാലയുടെ നൊബേൽ പീസ് പ്രൈസ്, സമാധാനത്തിന് വേണ്ടി നൊബേൽ പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ചുള്ളതാണ്. അനലൈസ് ദ ഹെഡ്ലൈൻസ് ആൻഡ് പ്ലേസ് എ ടിക്ക് മാർക്ക് അഗൻസ്റ്റ് ദ വൺ യു ലൈക്ക് ദ മോസ്റ്റ്. 3 ഹെഡ്ലൈനും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത് ഏതാണെന്ന് ടിക്ക് മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗിവ് റീസൺസ് ഫോർ യുവർ ചോയ്സ്, എന്തുകൊണ്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ കാരണവും വ്യക്തമാക്കുക. ഈ 3 ഹെഡ്ലൈൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരെണ്ണം മാത്രം, അതായത് മലാല യൂസഫ്സായിസ് ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ വിൻസ് നൊബേൽ പീസ് പ്രൈസ്, ഇതാണ് ഏറ്റവും ക്രിസ്പി, അതോടൊപ്പം തന്നെ കൺസൈസ്. കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു, എന്നാൽ വാക്കുകൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ്, ബ്രീഫാണ് ഹെഡ്ലൈൻ. അതാണത് ഏറ്റവും ആകർഷണീയമാകുന്നതും. എന്തുകൊണ്ടാണ് അത് ആകർഷണീയമാകുന്നത്? അതിനുള്ള കാരണം ഇറ്റ് ഈസ് ദ ക്ലിയറസ്റ്റ്, മോസ്റ്റ് കൺസൈസ് ആൻഡ് മോസ്റ്റ് എൻഗേജിങ് ഓഫ് ദ 3. ഈ 3 ഹെഡ്ലൈൻസ് വായിക്കുമ്പോഴും അതിലേറ്റവും വ്യക്തത വരുന്നത്, അതോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കൺസൈസ് ആയിട്ടുള്ളത്, ആൻഡ് മോസ്റ്റ് എൻഗേജിങ്, ആളുകളെ ആകർഷിക്കുന്നതും വാർത്ത വായിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന മോസ്റ്റ് കൺസൈസ്, ദ ബ്രീഫസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻ. ദ വേർഡ്സ് ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ ക്യാപ്ചർ മലാലാസ് സ്ട്രഗിൾ ആൻഡ് കറേജ് ഇൻ എ പവർഫുൾ വേ. ആ ഹെഡ്ലൈനിൽ പറയുന്ന ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നുള്ളത് തന്നെ മലാലയുടെ ആ പോരാട്ടങ്ങളെ വായനക്കാരിൽ ആകർഷണീയത സൃഷ്ടിക്കുന്നു, വായനക്കാരെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ളതാണ്. While the phrase wins Nobel Peace Prize makes the achievement direct and impactful, അതോടൊപ്പം തന്നെ ആ പോരാട്ടങ്ങൾക്ക് ഒരു നല്ല പ്രതിഫലവുമുണ്ട്, നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ആ നേട്ടത്തെ വളരെ ഡയറക്റ്റായും ഇമ്പാക്റ്റ്ഫുൾ, വായനക്കാരിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലും ആ ഹെഡ്ലൈൻ അവതരിപ്പിക്കുന്നു. നെക്സ്റ്റ്, ആക്ടിവിറ്റി D. Match the news headlines with the leads. That is the first paragraph of a news item appropriately. ഇവിടെ വിദ്യാർത്ഥികൾക്ക് 4 ലീഡ് പാസേജസ് നൽകിയിട്ടുണ്ട്. ഒരു ലീഡ് പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് റിപ്പോർട്ടിലെ ആദ്യ പാരഗ്രാഫ് ആയിരിക്കും. അതിലായിരിക്കും ആ ന്യൂസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് സാധാരണഗതിയിൽ പറയുന്ന ഹൂ, വെൻ, വെയർ, വൈ, ഹൗ എന്നിങ്ങനെയുള്ള 5 ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ഏതൊരു ന്യൂസ് റിപ്പോർട്ടിൻ്റെയും ആദ്യ പാരഗ്രാഫായ ലീഡ് പാരഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയാറുള്ളത്. ഏതാവട്ടെ, ഇവിടെ നൽകിയിരിക്കുന്ന 4 ലീഡ് പാസേജസ് വായിച്ച് അതുമായി ബന്ധപ്പെട്ട ഹെഡ്ലൈൻസ്, ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന കോളത്തിൽ നൽകിയത് മാച്ച് ചെയ്ത് എഴുതുക. ആദ്യ ലീഡ് പാസേജിന് അനുയോജ്യമായ ഹെഡ്ലൈൻ 4ാമത്തെ ഹെഡ്ലൈനാണ്, അതവിടെ മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 2ാമത്തെ ലീഡ് പാസേജിന് 1ാമത്തെ ഹെഡ്ലൈനാണ് അനുയോജ്യം. 3ാമത്തെ ലീഡ് പാസേജിന് 2ാമത്തെ ഹെഡ്ലൈനും 4ാമത്തെ ലീഡ് പാസേജിന് 3ാമതായി നൽകിയിരിക്കുന്ന ഹെഡ്ലൈനുമാണ് അനുയോജ്യം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ മാർക്ക് ചെയ്ത് നൽകിയിരിക്കുന്നു. ഓരോന്നും വായിച്ച് ലീഡും ഹെഡ്ലൈനും തമ്മിലുള്ള ബന്ധം വിദ്യാർത്ഥികൾ പരിശോധിക്കുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് ലീഡ്സ് ആൻഡ് റൈറ്റ് എ കാച്ചി ഹെഡ്ലൈൻ ഫോർ ഈച്ച് വൺ. ഇവിടെ 3 ലീഡ് പാരഗ്രാഫുകൾ നൽകിയിട്ടുണ്ട്. ഓരോന്നും വായിച്ച് അവയ്ക്ക് അനുയോജ്യമായ ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങൾ തന്നെ തയ്യാറാക്കുക. നേരത്തെ വിശദീകരിച്ച ന്യൂസ് ഹെഡ്ലൈൻ ഫീച്ചേഴ്സ് ഓർക്കുക. വളരെ കൺസൈസ്, ഷോർട്ടാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കാച്ചി, അട്രാക്റ്റീവ് ആക്കുക. അതോടൊപ്പം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ന്യൂസ് ഹെഡ്ലൈന് അതിൻ്റെതായ ഒരു പ്രത്യേക ഗ്രാമർ, പങ്ക്ച്വേഷൻ സിസ്റ്റമൊക്കെ ഉണ്ട്. ഇവിടെ ഈ നോട്ട്സ് നൽകിയത് വായിക്കാം. യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ്സ് in news headlines even when the incident is past. ഒരു പാസ്റ്റ് സംഭവത്തെക്കുറിച്ചാണ് വാർത്ത, എന്നാൽ അതിൻ്റെ ഹെഡ്ലൈനിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മലാല വിൻസ് പ്രൈസ് എന്നിങ്ങനെയായിരിക്കും ഹെഡ്ലൈൻ. മലാല ഓൾറെഡി വൺ പ്രൈസ് നേരത്തെ വാങ്ങിയിട്ടുണ്ട്
ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വിൻസ് എന്ന രൂപത്തിൽ നൽകുന്നു. മലാല വിൻസ് പ്രൈസ്. മറ്റൊരു പ്രത്യേകത, യൂസ് ഓൺലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3 ഫോം ഫോർ പാസീവ് പാസ്റ്റ് ഇൻസിഡൻസ് വിതൗട്ട് യൂസിങ് വാസ് ഓർ വെയർ. സാധാരണഗതിയിൽ നാം പാസീവ് പാസ്റ്റ് ഇൻസിഡൻസ് ഒക്കെ പറയുമ്പോൾ വാസ് എന്നോ വേറെന്നോ ഉപയോഗിച്ച് ഏതാണോ വേർബിൻ്റെ V3 ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. എന്നാൽ ന്യൂസ് ഹെഡ്ലൈനിൽ ഈ വാസ്, വെയർ പോലുള്ള വേർബ് ബി ഉപയോഗിക്കേണ്ടതില്ല. വെറും V3 ഫോം മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മിനിസ്റ്റർ കിൽഡ് എന്നായിരിക്കും ന്യൂസ് ഹെഡ്ലൈൻ. മിനിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നർത്ഥത്തിൽ. ഇതിൻ്റെ യഥാർത്ഥ ഗ്രാമർ എന്നുള്ളത് മിനിസ്റ്റർ വാസ് കിൽഡ് എന്നാണ്. എന്നാൽ അത്തരം ഹെഡ്ലൈനിൽ നിന്ന് വാസ് എന്നുള്ള വേർബ് ബി ഒഴിവാക്കുന്നു. എന്നിട്ട് കിൽഡ് എന്നുള്ള ആ V3 ഫോം മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കൊരു പക്ഷേ ഇത് മിനിസ്റ്റർ കിൽഡ്, മിനിസ്റ്റർ കൊന്നു എന്ന രൂപത്തിൽ ആക്റ്റീവായി തോന്നിയേക്കാം. എന്നാൽ ഇത്തരം ഒരു ന്യൂസ് ഹെഡ്ലൈൻ കാണുമ്പോൾ അതിൽ നിന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് മിനിസ്റ്റർ വാസ് കിൽഡ് എന്നാണ് ആ ന്യൂസ് ഹെഡ്ലൈൻ. ദെൻ ഡോണ്ട് യൂസ് ദി ആർട്ടിക്കിൾ ദ, എ ഓർ ആൻ. സാധാരണ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകൾ ന്യൂസ് ഹെഡ്ലൈനിൽ ഉപയോഗിക്കരുത്. ദ, എ ഓർ ആൻ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ദെൻ നോ നീഡ് ടു യൂസ് ഫുൾ സ്റ്റോപ്പ് മാർക്ക് ഇൻ ഹെഡ്ലൈൻസ്. ഹെഡ്ലൈനുകളിൽ സെൻറ്റൻസ് അവസാനിച്ച് ഫുൾ സ്റ്റോപ്പ് പങ്ക്ച്വേഷൻ ആയിട്ടൊന്നും കൊടുക്കരുത്. ദെൻ ടു ഇൻഫിനിറ്റീവ് ഫോംസ് ആർ യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ ടെൻസ് ഫോംസ്. സാധാരണ നാം വിൽ, ഷാൾ എന്നൊക്കെ ഉപയോഗിച്ച് ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു ടു ഇൻഫിനിറ്റീവ് വേർബ് ഫോം ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന് PM ടു വിസിറ്റ് കേരള. PM വിൽ വിസിറ്റ് കേരള എന്ന ഫ്യൂച്ചർ ടെൻസിന് പകരമാണ് PM ടു വിസിറ്റ് കേരള എന്ന് ഉപയോഗിച്ചത്. ആ വിൽ വിസിറ്റ് എന്നുള്ള ഫ്യൂച്ചർ ടെൻസിന് പകരമാണ് ടു ഇൻഫിനിറ്റീവായ ടു വിസിറ്റ് എന്ന് ഉപയോഗിച്ചത്. ഈ രീതിയിലൊക്കെ ന്യൂസ് ഹെഡ്ലൈനിൽ പ്രത്യേകമായൊരു ഗ്രാമർ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ഓരോ ലീഡും വായിച്ച് അതിനനുയോജ്യമായ ന്യൂസ് ഹെഡ്ലൈൻസ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ മോഡൽ ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ട്. സ്വന്തമായി തന്നെ നിർമ്മിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2. ഇമാജിൻ യു ആർ ഹോസ്റ്റിംഗ് എ ലൈവ് ടോക്ക് ഷോ and you get the opportunity to interview Malala Yousafzai. Prepare a set of questions for the interview. You may ask questions regarding these topics. നിങ്ങളൊരു ലൈവ് ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നു എന്ന് കരുതുക. അതിൽ മലാല യൂസഫ്സായിയെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരവസരവും നിങ്ങൾക്ക് കൈവരുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് ആവശ്യമായ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന ഇത്രയും ടോപ്പിക്കുമായി ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് ശ്രമിക്കേണ്ടത്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, മലാലയുടെ വ്യക്തിപരമായ അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും, മോട്ടിവേഷൻ ഓർ ഇൻസ്പിറേഷൻ, അവർക്ക് ജീവിതത്തിൽ ലഭിച്ച ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്, അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ്, അഡ്വക്കേസി ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ നടത്തിയ പ്രചാരണം, ക്യാമ്പയിൻ, റെക്കഗ്നിഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, അവർ നേടിയ നേട്ടങ്ങൾ, പുരസ്കാരങ്ങൾ, ഫ്യൂച്ചർ ഗോൾസ്, ഭാവി ലക്ഷ്യങ്ങൾ, അഡ്വൈസ് ടു ദ യങ്ങർ ജനറേഷൻ, യുവതലമുറക്ക് നൽകാനുള്ള ഉപദേശം. ഇതിനെക്കുറിച്ചൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഉദാഹരണത്തിന് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിട്ടുമുണ്ട്. ക്യാൻ യു ടെൽ അസ് അബൌട്ട് യുവർ ഏർലി ചൈൽഡ്ഹുഡ്? വാട്ട് ഇൻസ്പയർഡ് യു ടു ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി 14 ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നതൊക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എക്സാമിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. Question 1. Can you tell us a little about your childhood? 2. Did your family always support your education? 3. Who inspired you the most in your life? 4. Why did you decide to speak out for girls' education? 5. Do you think the attack on you changed your life forever? 6. What gave you courage to continue after that incident? 7. Why do you think education for girls is so important? Question 8. How did you feel when you won the Nobel Peace Prize? Question 9. Did you expect to receive such global recognition at a young age?
Question 10. What are your main goals for the future? 11. Why did you change your ambition from being a doctor to becoming a politician? 12. Do you plan to take part in politics one day? 13. What advice would you give to students who face challenges? Question 14. Do you think young people can make big changes in the world? ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കി പരിശീലിക്കുക. Now, activity B. Now, using the questions you have prepared, conduct an interview with Malala. നിങ്ങൾ തയ്യാറാക്കിയ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ടോക്ക് ഷോ സംഘടിപ്പിക്കുക. അതോടൊപ്പം മലാലയുമായുള്ള ഇൻ്റർവ്യൂവും. Today, we have the honor of speaking with Malala Yousafzai, a beacon of hope and resilience in the struggle for girls' education. Let's explore her inspiring journey and her vision for a world where every girl can pursue her dreams. എന്നിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ് ടോക്ക് ഷോ ആരംഭിക്കുന്നത്. ശേഷം ഹോസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, മലാല അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഹോസ്റ്റ്: വെൽക്കം മലാല, ക്യാൻ യു ടെൽ us a little about your childhood? നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അല്പ കാര്യങ്ങൾ പറയാമോ? മലാല: I grew up in Mingora in Pakistan's Swat Valley. I loved school and enjoyed learning new things. ഞാൻ പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് ജനിച്ചത്, പ്രത്യേകിച്ച് സ്വാറ്റ് വാലിയിൽ. സ്കൂളും പഠനവുമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ആസ്വദിച്ചിരുന്നു. ഹോസ്റ്റ്: ഡിഡ് യുവർ ഫാമിലി ഓൾവേസ് സപ്പോർട്ട് യുവർ എഡ്യൂക്കേഷൻ? നിങ്ങളുടെ കുടുംബം എപ്പോഴും വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്തിരുന്നുവോ? മലാല: യെസ്, എസ്പെഷ്യലി മൈ ഫാദർ. അതെ, പ്രത്യേകിച്ച് എൻ്റെ ഫാദർ. ഹി ബിലീവ്ഡ് ഗേൾസ് ഷുഡ് ഗോ ടു സ്കൂൾ ജസ്റ്റ് ലൈക്ക് ബോയ്സ്. ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും സ്കൂളിൽ പോകണമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഹോസ്റ്റ്: ഹു ഇൻസ്പയർഡ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത, നിങ്ങൾക്ക് പ്രചോദനമായ വ്യക്തി ആരാണ്? മലാല: മൈ ഫാദർ ഇൻസ്പയർഡ് മീ ദ മോസ്റ്റ്. അതെൻ്റെ പിതാവ് തന്നെയായിരുന്നു. ഹിസ് കറേജ് ആൻഡ് ലവ് ഫോർ എഡ്യൂക്കേഷൻ ഷേപ്ഡ് മീ. അദ്ദേഹത്തിൻ്റെ ധീരതയും വിദ്യാഭ്യാസത്തോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് എന്നെ രൂപപ്പെടുത്തിയത്. ഹോസ്റ്റ്: വൈ ഡിഡ് യു ഡിസൈർ ടു സ്പീക്ക് ഔട്ട് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പുറത്ത് സമൂഹത്തിൽ ജനങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ട്? മലാല: ഐ സോ മെനി ഗേൾസ് ബീയിങ് സ്റ്റോപ്ഡ് ഫ്രം ഗോയിങ് ടു സ്കൂൾ. ഒരുപാട് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിൽ നിന്നും തടയപ്പെട്ടത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് അൺഫെയർ. അത് അനീതിയാണെന്ന് എനിക്ക് തോന്നി. സോ ഐ റേസ്ഡ് മൈ വോയിസ്. അതുകൊണ്ടാണ് ആ അനീതിക്കെതിരെ ഞാൻ എൻ്റെ ശബ്ദം ഉയർത്താൻ തീരുമാനിച്ചത്. ഹോസ്റ്റ്: ഡു യു തിങ്ക് ദി അറ്റാക്ക് ഓൺ യു ചേഞ്ച്ഡ് യുവർ ലൈഫ് ഫോർ എവർ? നിങ്ങൾ നേരിട്ട ആക്രമണം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുവോ? മലാല: യെസ്, ഇറ്റ് വാസ് എ പെയിൻഫുൾ മൊമെൻറ്റ്. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വേദനാജനകമായ നിമിഷമായിരുന്നു അത്. ബട്ട് ഇറ്റ് ഗേവ് മീ മോർ സ്ട്രെങ്ത് ടു കണ്ടിന്യൂ മൈ ഫൈറ്റ്. എന്നാൽ അതെന്നെ തകർക്കുകയല്ല ചെയ്തത്, മാനസികമായി എൻ്റെ പോരാട്ടങ്ങൾക്കത് ശക്തി പകരുകയാണ് ചെയ്തത്. ഹോസ്റ്റ്: വാട്ട് ഗേവ് യു കറേജ് ടു ഗോ ഓൺ ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്? ആ സംഭവത്തിന് ശേഷവും നിങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യം പകർന്നത്? മലാല: the support of my family and the hope of millions of girls gave me courage. എൻ്റെ കുടുംബത്തിൻ്റെയും എന്നാൽ അതിലൊക്കെ ഉപരിയായി മില്യൺ കണക്കിന് പെൺകുട്ടികളുടെയും പ്രതീക്ഷകളാണ് എനിക്ക് ധൈര്യം പകർന്നത്. ഹോസ്റ്റ്: ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വൺ ദ നൊബേൽ പീസ് പ്രൈസ്? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? മലാല: ഐ ഫെൽറ്റ് ഓണേർഡ് ആൻഡ് ഹാപ്പി. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ആദരിക്കപ്പെട്ട ഒരു ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഐ ആക്സെപ്റ്റഡ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ചിൽഡ്രൻ ഹു വാണ്ട് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാനത് സ്വീകരിച്ചു. ഹോസ്റ്റ്: വാട്ട് ആർ യുവർ മെയിൻ ഗോൾസ് ഫോർ ദ ഫ്യൂച്ചർ? ഭാവിയിൽ നിങ്ങൾ ലക്ഷ്യമാക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മലാല: I want every child, especially girls, to have the right to go to school. എൻ്റെ ഭാവി സ്വപ്നം, ലക്ഷ്യം എന്നുള്ളത്
എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം നേടാനുമുള്ള അവകാശമുണ്ടാകണം എന്നാണ്. ഹോസ്റ്റ്: ഡു യു പ്ലാൻ ടു ടേക്ക് പാർട്ട് ഇൻ പോളിറ്റിക്സ് വൺ ഡേ? ഭാവിയിൽ ഒരു ദിവസം രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള പദ്ധതി വല്ലതുമുണ്ടോ? മലാല: യെസ്, മേ ബി ഇൻ ദ ഫ്യൂച്ചർ. ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം. പോളിറ്റിക്സ് ക്യാൻ ഹെൽപ്പ് ബ്രിങ് റിയൽ ചേഞ്ച്. നാം ആഗ്രഹിക്കുന്ന പോലെയുള്ള സാമൂഹികമായ യഥാർത്ഥ മാറ്റം രാഷ്ട്രീയത്തിനാണ് നൽകാനാവുക. ഹോസ്റ്റ്: വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു സ്റ്റുഡൻസ് ഹു ഫേസ് ചാലഞ്ചസ്? വിദ്യാർത്ഥി ജീവിതത്തിൽ ചെറുപ്പത്തിൽ ധാരാളം വെല്ലുവിളികൾ നേടുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ നൽകാനുള്ള അഡ്വൈസ് എന്താണ്? മലാല: ബിലീവ് ഇൻ യുവർ സെൽഫ്, വർക്ക് ഹാർഡ്. ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുക. അതിനനുസരിച്ച് വർക്ക് ഹാർഡ്, അത്യധ്വാനം ചെയ്യുക. ആൻഡ് നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരിക്കലും കൈവിടരുത്, ഉപേക്ഷിക്കരുത്. ഹോസ്റ്റ്: ഡു യു തിങ്ക് യങ് പീപ്പിൾ ക്യാൻ മേക്ക് ബിഗ് ചേഞ്ചസ് ഇൻ ദ വേൾഡ്? ചെറുപ്പക്കാർക്ക് ഈ ലോകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? മലാല: ഓഫ് കോഴ്സ്, തീർച്ചയായും. യങ് പീപ്പിൾ ഹാവ് സ്ട്രോങ് വോയിസസ്. ചെറുപ്പക്കാർക്കാണ് ശക്തമായ വോയിസ് ഉള്ളത്. എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം, അവരുടെ സ്വപ്നം ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശക്തമായ ആശയവും അതിനുള്ള അവസരവും അവർക്കുണ്ട്. ടുഗദർ ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഒരുമിച്ച് നിന്നാൽ അവർക്ക് ഈ ലോകം തന്നെ, അതിൻ്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കും. ഹോസ്റ്റ്: താങ്ക് യു മലാല ഫോർ ജോയിനിങ് us ടുഡേ ആൻഡ് ഷെയറിങ് യുവർ തോട്ട്സ്. മലാല, താങ്കൾക്ക് ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം അല്പനേരം പങ്കെടുത്ത് താങ്കളുടെ ചിന്തകൾ, ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന്. മലാല: യു ആർ വെൽക്കം. ഐ എൻജോയ്ഡ് ബീയിങ് വിത്ത് യു. താങ്ക് യു. താങ്കളോടൊപ്പം അല്പനേരം ചെലവിട്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. Now, next activity, let's play with words. Activity 1. The narrator of A Prescription for Life visits the doctor to discuss the various diseases he believed he had. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന സ്റ്റോറി വായിച്ച് അതിലെ നറേറ്റർ അയാൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടെന്ന് കരുതി ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഇഫ് യു ഹാവ് ആൻ ഐ റിലേറ്റഡ് ഇൽനസ്, വിച്ച് സ്പെഷ്യലിസ്റ്റ് വുഡ് യു കൺസൾട്ട്? നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട സ്പെഷ്യലിസ്റ്റ്, ഡോക്ടറെയാണ് കാണുക? നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണ് രോഗവിദഗ്ധൻ, കാഴ്ച രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒഫ്താൽമോളജിസ്റ്റ് എന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെയാണ് നാം കാണുക. ആക്ടിവിറ്റി ബി. സ്റ്റഡി ദ ടേബിൾ ബിലോ ആൻഡ് മാച്ച് ദ ടൈറ്റിൽസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വിത്ത് ദർ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്ത് ടൈറ്റിൽസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, ഒരു വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ സാധാരണ വിളിക്കാറുള്ള അവരുടെ ടൈറ്റിൽ നൽകിയിരിക്കുന്നു. മറുഭാഗത്ത് അവരുടെ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അവർ പ്രത്യേകിച്ച് പഠനം നടത്തിയ ആ വിഭാഗത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. അവ പരസ്പരം മാച്ച് ചെയ്യുക. ടൈറ്റിൽ 1, ഓർത്തോപീഡിസ്റ്റ്. ഓർത്തോപീഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ല് രോഗ, അസ്ഥിരോഗ വിദഗ്ധൻ. അത് ബോൺസ്, ജോയിൻസ് ആൻഡ് മസിൽസ്, ഇതാണ് അവരുടെ ഏരിയ. ദെൻ നമ്പർ 2, ഗൈനക്കോളജിസ്റ്റ്. ഗൈനക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധൻ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്പർ 3, പീഡിയട്രീഷ്യൻ. പീഡിയട്രീഷ്യൻ കുട്ടികളുടെ ഡോക്ടറായിരിക്കും, കുട്ടികളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ചികിത്സിക്കുന്ന. നമ്പർ 3, ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ. ദെൻ നമ്പർ 4, ഒഫ്താൽമോളജിസ്റ്റ്. ഒഫ്താൽമോളജിസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം, കണ്ണു രോഗങ്ങളുമായിട്ട്, കാഴ്ച രോഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഐ ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്. ദെൻ നമ്പർ 5, കാർഡിയോളജിസ്റ്റ്. ഹൃദ്രോഗ വിദഗ്ധൻ. കാർഡിയോളജിസ്റ്റ്, ഹാർട്ട് ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ദെൻ നമ്പർ 6, ഡെർമറ്റോളജിസ്റ്റ്. ഡെർമറ്റോളജിസ്റ്റ് ത്വക്ക് രോഗവിദഗ്ധൻ, നമ്മുടെ തൊലിയുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്ന വ്യക്തി, അതായത് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ദെൻ ലാസ്റ്റ് ആൻഡ് നമ്പർ 7, ന്യൂറോളജിസ്റ്റ്. ന്യൂറോളജിസ്റ്റ് നമ്മുടെ നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ട വ്യക്തി, നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോർഡ് ആൻഡ് നെർവ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി C.
റീഡ് ദ സെൻറ്റൻസസ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. ഇവിടെ 7 സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവ അനുയോജ്യമാം വിധം ഫിൽ ചെയ്തെഴുതുക. നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അവരുടെ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ഫിൽ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ ഈ ടൈറ്റിലും അവരുടെ ഏരിയ അതും വ്യക്തമായിട്ട് ഓർത്തു വെക്കണം. എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയി വരാൻ സാധ്യതയുള്ളതാണ്. നമ്പർ 1, കൺസൾട്ട് ഡാഷ് ഇഫ് യു ഹാവ് ജോയിൻറ്റ് പെയിൻ ഓർ ഫ്രാക്ചർ. നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ, ഒരു ഉളുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയാണ് കാണേണ്ടത്? നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. നമ്മുടെ ബോൺസ്, അതുപോലെ തന്നെ മസിൽ, ജോയിൻറ്റ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട ഡോക്ടറാണ് ഓർത്തോപീഡിസ്റ്റ്. ഇവിടെ ഒരു ഗ്രാമർ കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഓർത്തോപീഡിസ്റ്റ് എന്നുള്ള ആ വാക്ക് ആരംഭിക്കുന്നത് ഓ എന്ന ഒരു വവൽ സൗണ്ട് കൊണ്ടാണ്. വവൽ സൗണ്ടുകൾക്ക് മുമ്പിൽ എ ഓർ ആൻ എന്നുള്ളതും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആൻ ഓർത്തോപീഡിസ്റ്റ്. നമ്പർ 2, വിസിറ്റ് ഡാഷ് ഫോർ റെഗുലർ ചെക്കപ്സ്, ഹാർമോണൽ ഇഷ്യൂസ് ഓർ ഫീമെയിൽ ഹെൽത്ത്. സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഇതിനൊക്കെ റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറോടൊത്താണ്? എല്ലാവർക്കും അറിയാം, വിസിറ്റ് എ ഗൈനക്കോളജിസ്റ്റ്. ഗൈനക്കോളജിസ്റ്റ് ഗ സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. അതൊരു വവൽ സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് അതിനു മുമ്പിൽ എ ചേർത്തിരിക്കുന്നത്. എ ഗൈനക്കോളജിസ്റ്റ്. ദെൻ ഇത്തരം മെഡിക്കൽ ടേംസ് ഈ ടൈറ്റിലുകളുടെയൊക്കെ സ്പെല്ലിംഗ് കൂടെ ശ്രദ്ധിക്കുക. പേഡിസ്റ്റ് എന്ന് പറയുമ്പോൾ പ് കഴിഞ്ഞ് എ ആണ് ആദ്യം വരുന്നത്, ദെൻ ആണ് ഇ വരുന്നത്. അതുപോലെ തന്നെ ഗൈനക് എന്നെഴുതിയതും ശ്രദ്ധിക്കുക. എൻ കഴിഞ്ഞ് എ ആണ് ആദ്യം വരുന്നത്, അതിനുശേഷം ഇ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ സ്പെല്ലിംഗ് കൂടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. നമ്പർ 3, ഗോ ടു ഡാഷ് ഇഫ് യു ഹാവ് പ്രോബ്ലംസ് വിത്ത് യുവർ ഐസൈറ്റ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കാണേണ്ടത് ആൻ ഒഫ്താൽമോളജിസ്റ്റ്, ഓഫ്താൽമോളജിസ്റ്റ്, ആൻ ഓഫ്താൽമോളജിസ്റ്റ്. നമ്പർ 4, കൊളോൺ നിങ്ങൾ സന്ദർശിക്കുക ഡാഷ് ഇഫ് യു ഹാവ് സിവിയർ ചെസ്റ്റ് പെയിൻ. ശക്തമായ നെഞ്ചുവേദനയുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു ഹൃദ്രോഗ വിദഗ്ധനെയാണ്, അഥവാ ഒരു കാർഡിയോളജിസ്റ്റ്, എ കാർഡിയോളജിസ്റ്റ്. നമ്പർ 5, ഇഫ് യു ഹാവ് എ സ്കിൻ റാഷ് ഓർ അൺയൂഷ്വൽ ഹെയർ ലോസ് യു ഷുഡ് കൺസൾട്ട്. നിങ്ങൾക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അസാധാരണമായ ഹെയർ ലോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്, എ ഡെർമറ്റോളജിസ്റ്റ്. നമ്പർ 6, ഫോർ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ചിൽഡ്രൻസ് ഹെൽത്ത് വിസിറ്റ്. കുട്ടികളുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരെ സംബന്ധിക്കുന്ന രോഗങ്ങൾക്ക് നിങ്ങൾ സന്ദർശിക്കേണ്ടത് വിസിറ്റ് എ പീഡിയട്രീഷ്യൻ. നെക്സ്റ്റ് 7, ഇഫ് യുവർ ഡോക്ടർ തിങ്സ് യു ഹാവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു യുവർ നെർവസ് സിസ്റ്റം. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്നു എങ്കിൽ ഷി വിൽ റെഫർ യു ടു, അത്തരമൊരു ഡോക്ടർ നിങ്ങളെ റെഫർ ചെയ്യും ടു ഡാഷ് എ ന്യൂറോളജിസ്റ്റ്, ടു എ ന്യൂറോളജിസ്റ്റ്. Now, activity 2. This is a story of a kind-hearted person who inspired the people of his village through his heroic actions. Replace the highlighted words, choosing the most appropriate ones from the box below. ഇവിടെ ഒരു സ്റ്റോറി നൽകിയിരിക്കുന്നു. ഒരു കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ആക്ഷൻസ്, ധീരകൃത്യങ്ങൾ കൊണ്ട് ഗ്രാമീണരെയാകെ സ്വാധീനിച്ചു, സന്തോഷിപ്പിച്ചു. ഈ കഥ വായിച്ച് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അവയ്ക്ക് തത്തുല്യമായ സിനണിംസ്, പര്യായ പദങ്ങൾ താഴെ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഏതാണ് പരസ്പരം യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മാറ്റിയെഴുതുക. ഇവിടെ ഈ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വേർഡ്സ് എല്ലാം തന്നെ ഈ യൂണിറ്റിലെ വിവിധ ലെസൺസിൽ നാം പഠിച്ചതാണ്. അതുകൊണ്ട് ഈ വേർഡ്സ് വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കണം. നാം സ്റ്റോറി വായിച്ച് സമയം കളയുന്നില്ല, അത് വിദ്യാർത്ഥികൾ വായിച്ചു നോക്കുക. ഇവിടെ ഹൈലൈറ്റഡ് വേർഡ് ഫീബിൾ എന്നാണ്. ദുർബലമായ, ക്ഷീണമുള്ള, വീക്ക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് ഫീബിൾ എന്ന പദം അതേ അർത്ഥം വരുന്നൊരു പദമാണ് നാം എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള സ്റ്റോറിയിൽ വായിച്ചത്. ഡീക്രെപിറ്റ്, ഡീക്രെപിറ്റ്. ദെൻ സ്ട്രോങ് സ്റ്റോം, വളരെ ശക്തമായൊരു കൊടുങ്കാറ്റ്, അതിന് പറ്റിയൊരു പദമാണ് ഗെയിൽ, കൊടുങ്കാറ്റ്. ദെൻ ഐഡിൽ, നിഷ്ക്രിയനായ, ലേസി ആയ, അതേ അർത്ഥമാണ് ഇൻടോളറൻറ്റ്. ദെൻ കാവസ്, പ്രൊട്രൂഡ്
പ്രക്ഷുബ്ധമായ, കോലാഹലം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം കമോഷൻ. ദെൻ ഡിക്ലൈൻഡ്, നിരസിച്ചു, റിഫ്യൂസ്ഡ്. Now let's analyze activity 1. Read the following sentence from I am Malala and note the highlighted words. ഇവിടെ I am Malala എന്ന ഓട്ടോബയോഗ്രഫി എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്ത ഒരു സെൻറ്റൻസ് ഉണ്ട്. My mind transports me back to my school and there I am reunited with my friends and teachers. ഈ സെൻറ്റൻസ് ഇത് ശ്രദ്ധിക്കുക. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത 2 വേർഡ്സ് ഉണ്ട്, to, with. Which word in the sentence above indicates direction? ഈ സെൻറ്റൻസിൽ ഏത് വാക്കാണ് ഒരു ഡയറക്ഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്ന് കാണിക്കുന്ന പദം ഏത്? നമുക്കറിയാം ടു. മൈ മൈൻഡ് ട്രാൻസ്പോർട്സ് മീ, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എന്നെ കൊണ്ടുപോകുന്നു. ബാക്ക് ടു മൈ സ്കൂൾ, എൻ്റെ സ്കൂളിലേക്ക്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്ന് കാണിക്കുന്ന ഒരു പദമായിട്ടാണ് ടു ഉപയോഗിച്ചിരിക്കുന്നത്. Then can you pick out the word which denotes association or companionship? മറ്റൊരാളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട്, അവരോടൊപ്പം, കൂടെ എന്നൊക്കെ അർത്ഥമായിട്ട് കാണിക്കുന്ന മറ്റൊരു പദം, that is with. Words that are used before a noun or a pronoun connecting it to another word are prepositions. ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിൻ്റെ മുമ്പിൽ ചില പദങ്ങൾ ഉപയോഗിക്കുന്നു. ആ പദം ആ നൗണിനോ പ്രൊനൗണിനോ മറ്റു പദങ്ങളുമായിട്ടുള്ള പലതരത്തിലുമുള്ള ബന്ധങ്ങളും കാണിക്കും. ഇത്തരം പദങ്ങൾക്കാണ് ടു, വിത്ത് പോലെയുള്ള പദങ്ങൾക്കാണ് പ്രിപ്പൊസിഷൻസ് എന്ന് പറയുന്നത്. ഒരു നൗണിന് മറ്റൊരു നൗണുമായിട്ടുള്ള റിലേഷൻ കാണിക്കുന്ന പദം. Now activity B. Note the position of the cat in each picture and fill in the blanks choosing the appropriate prepositions from the box below. One has been done for you. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഒരു ക്യാറ്റും ചില ബോക്സുകളും. ഇനി ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ, റിലേഷൻ അനുയോജ്യമാം വിധം കണ്ടെത്തി ഇവിടെ നൽകിയിരിക്കുന്ന പ്രിപ്പൊസിഷൻ ഉപയോഗിച്ച് ആ റിലേഷൻ കറക്റ്റായിട്ട് എഴുതി ചേർക്കുക. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ആദ്യ ചിത്രം ശ്രദ്ധിക്കുക. ക്യാറ്റ് ഇരിക്കുന്നത് ആ നൽകിയിരിക്കുന്ന ബോക്സിന് അരികെയാണ്. ആ അരികെ എന്ന് കാണിക്കുന്ന ആ പൊസിഷൻ കാണിക്കുന്ന വേർഡാണ് ബിസൈഡ്. അതുകൊണ്ട് ബിസൈഡ് എന്നുള്ളത് ഒരു പ്രിപ്പൊസിഷനാണ്. കാറ്റ് ഈസ് ബിസൈഡ് ദ ബോക്സ് എന്ന രൂപത്തിൽ. ദെൻ രണ്ടാമത്തെ ചിത്രത്തിൽ 2 ബോക്സുകൾക്കിടയിലാണ് കാറ്റ്, അതായത് ബിറ്റ്വീൻ, ഇടയ്ക്ക്. ദ കാറ്റ് ഈസ് ബിറ്റ്വീൻ 2 ബോക്സസ്. ദെൻ മൂന്നാമത്തതിൽ ഇൻ, അകത്താണ്. ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ദെൻ നാലാമത്തതിൽ കാറ്റ് ആ ബോക്സിൻ്റെ മുമ്പിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ്. ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രിപ്പൊസിഷൻ എന്നുള്ളത് എപ്പോഴും ഒരു സിംഗിൾ വേർഡ് മാത്രമായിരിക്കില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ഇങ്ങനെയുള്ള ഒരു ഫ്രേസുമാകാം. ദെൻ അടുത്ത ചിത്രത്തിൽ കാറ്റ് ബോക്സിൻ്റെ ഏകദേശം അടുത്താണ്. തൊട്ട് മുകളിലുള്ള ബിസൈഡ് എന്ന പോലെ ചേർന്നിരിക്കുന്ന, തൊട്ടരികെയല്ല, ഏകദേശം അടുത്ത്, നിയർ എന്നുള്ള പദമാണ് അനുയോജ്യം. ദെൻ അടുത്ത ചിത്രത്തിൽ കാറ്റ് ബോക്സിൻ്റെ അടിയിലാണ്, അണ്ടർ. ദ കാറ്റ് ഈസ് അണ്ടർ ദ ബോക്സ്. നെക്സ്റ്റ്, കാറ്റ് ബോക്സിന് മുകളിലാണ് ഇരിക്കുന്നത്. കാറ്റ് ഈസ് ഓൺ ദ ബോക്സ്. ദ ലാസ്റ്റ് പിക്ചർ, ഓവർ. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓൺ ആൻഡ് ഓവർ രണ്ടും മുകളിൽ എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയുക. എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം, ഓൺ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ മുകളിലായിരിക്കുമെങ്കിലും ആ മുകളിലുള്ള വസ്തു താഴെയുള്ള വസ്തുവുമായി ടച്ച് ചെയ്തുകൊണ്ട് ചേർന്നുകൊണ്ടായിരിക്കും ആ പൂച്ച ഇരിക്കുന്ന പോലെ. അപ്പോഴാണ് നാം ഓൺ എന്ന് പറയുക. ഓവർ എന്ന് പറയുമ്പോൾ മുകളിലാകുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യില്ല. അതിൻ്റെ മുകളിലൂടെ ചാടിപ്പോകുന്ന പോലെ പരസ്പരം ടച്ച് ചെയ്യാതെയാണ് ഇത് പോകുന്നത്. അതാണ് ഓവർ ആൻഡ് ഓൺ തമ്മിലുള്ള വ്യത്യാസം. Now, activity C. Shall we pick out the prepositions in the profile below? Rabindranath Tagore. ടെഗോറിൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ധാരാളം പ്രിപ്പൊസിഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവ കണ്ടെത്തുക. ചില പ്രിപ്പൊസിഷൻ അവയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് അവ ഉപയോഗിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ആദ്യ പ്രിപ്പൊസിഷൻ ഓൺ. ഹി വാസ് ബോൺ ഓൺ 7th May 1861. ഒരു ഡേറ്റിന് മുമ്പിൽ നാം ഓൺ ചേർക്കും. ആ ഡേറ്റിൽ
ഡേയും മന്തും ഇയറും മൂന്നും ഉൾപ്പെടുമ്പോൾ. ഡേ ഇല്ലാതെ മന്ത്സ് ആൻഡ് ഇയർ മാത്രമാണെങ്കിൽ ഇൻ ആണ് ഉപയോഗിക്കുക. ഇനി ഇയർ മാത്രമാണെങ്കിലും ഇൻ ഉപയോഗിക്കും. ദെൻ നെക്സ്റ്റ് ഇൻ കൊൽക്കത്ത, ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ ഇൻ ഉപയോഗിക്കും. ആ സ്ഥലം ഒരു വിശാലമായ പ്രദേശമാണെങ്കിൽ ഇൻ, അഥവാ വളരെ ചെറിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അറ്റ് ഉപയോഗിക്കും. ദെൻ ഹി വാസ് വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഫോർ എന്നത് വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിന് വേണ്ടിയുള്ള നൊബേൽ പുരസ്കാരം. ദെൻ ഇൻ 1913, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇയറിന് മുമ്പിൽ ഇൻ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഇൻ 1913 ടാഗോർ വർക്ക്ഡ് ഹാർഡ് ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടി, ആ വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഫോർ ഉപയോഗിച്ചത്. ദെൻ ആൻഡ് ഫോർ ദ ഫ്രീഡം, ഫ്രീഡത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അപ്പോഴും ഫോർ ഉപയോഗിച്ചു. ദെൻ ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ ആ എൻ്റെ എന്നുള്ള പൊസിഷൻ കാണിക്കുന്നതാണ് ഓഫ്. ദെൻ ഹി ഫൗണ്ടഡ് എ സ്കൂൾ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ്, എപ്പോഴും ഓർത്ത് വെക്കുക, അടിസ്ഥാനമാക്കി എന്നർത്ഥം വരുമ്പോൾ ബേസ് എന്ന് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എന്നുള്ളത് എപ്പോഴും വേർപെടുത്താനാകാത്ത ഒരു പ്രിപ്പൊസിഷനാണ്. എന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റിൻ്റെ മുകളിലാണ് ആ സ്കൂൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. അപ്പോൾ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏതോ ഒരു തത്വത്തിൻ്റെ മുകളിലാണ് ആ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഹി ഫൗണ്ടഡ് എ സ്കൂൾ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ലേൺ ഫ്രീലി. ഇൻ നേച്ചർ, പ്രകൃതിയിൽ. ഇൻ എന്ന് പറഞ്ഞാൽ ഒന്നിനകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കല്പത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു വ്യക്തമായ വസ്തുവിൻ്റെ ഉള്ളിൽ. ഇവിടെ നേച്ചർ, പ്രകൃതിയിൽ എന്നർത്ഥത്തിലാണ് ഇൻ ഉപയോഗിച്ചത്. ദെൻ ഹി പാസ്ഡ് അവേ ഓൺ 7th August 1941. നേരത്തെ വിശദീകരിച്ച പോലെ ഒരു 3 ഘടകങ്ങളുമുള്ള ഒരു ഡേറ്റിന് മുമ്പിൽ ഓൺ ചേർത്തു. ദെൻ അറ്റ് ദി ഏജ് ഓഫ്, എപ്പോഴും ഒരു വ്യക്തിയുടെ ഏജ് നാം പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കും, അറ്റ് ദി ഏജ് എന്ന് പറഞ്ഞിട്ട്. ദെൻ എത്രയാണ് എന്നുള്ള ആ ഏജ് കൃത്യമായി അതിൻ്റെ നമ്പർ പറയുമ്പോൾ, ഉദാഹരണത്തിന് 80 പോലെ, അറ്റ് ദി ഏജ് ഓഫ് 80. ഇത് രണ്ടും ഓർത്ത് വെക്കുക. അറ്റ് ദി ഏജ് ഓഫ് 50, അറ്റ് ദി ഏജ് ഓഫ് 70 എന്നൊക്കെ പറയുമ്പോഴും അറ്റ് ഏജിന് മുമ്പിലും ആ കൃത്യമായ നമ്പറിന് മുമ്പിൽ ഓഫും ചേർക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡി. 3 jars containing prepositions printed on paper strips are pictured below. Fill in the blank strips, choosing appropriate phrases from the box. ഇവിടെ 3 ജാർസ് നൽകിയിട്ടുണ്ട്. അതിലേക്ക് പ്രിപ്പൊസിഷൻസ് നിറച്ചിരിക്കുന്നു. ഏതാനും സ്ട്രിപ്പുകൾ ഇപ്പോഴും ബ്ലാങ്ക് ആണ്. അവ താഴെ ബോക്സിൽ നിന്നും അനുയോജ്യമായത് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത്, ഓരോ ജാറിലും പ്രത്യേകമായ പ്രിപ്പൊസിഷൻസ് ആണ് ചേർക്കേണ്ടത്, ഫിൽ ചെയ്യേണ്ടത്. ആദ്യ ബോക്സിൽ ടൈം, സമയവുമായി ബന്ധപ്പെടുന്ന പ്രിപ്പൊസിഷൻസ്. രണ്ടാമത്തതിൽ പ്രിപ്പൊസിഷൻസ് ഓഫ് പ്ലേസ്, സ്ഥലം, സ്ഥാനം, അതുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മൂന്നാമത്തതിൽ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനുമായി ബന്ധപ്പെടുന്നത്, എവിടെ നിന്ന് എങ്ങോട്ട്, അല്ലെങ്കിൽ എവിടെ എന്നൊക്കെ, എങ്ങോട്ട് എന്ന അർത്ഥത്തിലേക്ക്, എവിടെ മുതൽ ഏതുവരെ, ഇങ്ങനെയുള്ള പ്രിപ്പൊസിഷൻസ്. ആദ്യ ജാറ് ഫിൽ ചെയ്തിരിക്കുന്നു. ആദ്യം ബിഫോർ ദ മീറ്റിംഗ് എന്നുള്ളതിൽ നിന്ന് ബിഫോർ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ, അതിൻ്റെ മുന്നേയുള്ള സമയം എന്നാണ് ഉദ്ദേശിച്ചത്, മുമ്പിൽ സ്ഥാനമല്ല. ബിഫോർ ദ മീറ്റിംഗ്, മീറ്റിങ്ങിന് മുമ്പിൽ. ദെൻ ബൈ 6 PM എന്നുള്ളതാണ് രണ്ടാമതായി അതിൽ ചേർത്തിരിക്കുന്നത്. ബൈ 6 PM, 6 മണിക്ക് മുമ്പിൽ. അപ്പോൾ ഒരു സമയം, ആ കൃത്യമായ മണിക്കൂർ പറയുമ്പോൾ നാം ബൈ ഉപയോഗിക്കും, ആ സമയത്തിന് മുമ്പിൽ. ദെൻ ഫോർ 5 hours എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഫോർ 5 hours എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു സമയ ദൈർഘ്യമാണ് ഉദ്ദേശിച്ചത്. 5 hours, അതിനു മുമ്പിൽ എപ്പോഴും ഫോർ ഉപയോഗിക്കും. രണ്ടാം ജാറിലേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിന് മുമ്പിൽ. അപ്പോൾ അതിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള പ്രിപ്പൊസിഷൻ ഒരു വസ്തുവിൻ്റെ മുമ്പിൽ ആ സ്ഥാനം സൂചിപ്പിക്കുന്നു. ദെൻ ബിറ്റ്വീൻ ദ ട്രീസ്, 2 മരങ്ങൾക്കിടയിൽ, ആ സ്ഥാനമാണ്, പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്, ബിറ്റ്വീൻ എന്ന പ്രിപ്പൊസിഷൻ. ദെൻ മറ്റൊന്ന് ബിഹൈൻഡ് ദ ഡോർ, വാതിലിൻ്റെ പിറകുവശത്ത് ഒരു സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്, ബിഹൈൻഡ്. അടുത്ത ബോക്സിലേക്ക് നാം ചേർത്തിരിക്കുന്നത് എക്രോസ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൻ്റെ എക്രോസ്, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട്, ഒരു ഡയറക്ഷനാണ്, സ്ട്രീറ്റിൻ്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് എന്ന അർത്ഥത്തിലേക്ക്. ദെൻ ടു ദ സ്കൂൾ,
സ്കൂളിലേക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ ഫ്രം ദ ലൈബ്രറി, ഫ്രം ദ ലൈബ്രറി, ലൈബ്രറിയിൽ നിന്ന്, അവിടെ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക്, ഫ്രം എന്ന പ്രിപ്പോസിഷൻ അതാണ് കാണിക്കുന്നത്. നൗ ആക്ടിവിറ്റി ഇ, റീഡ് ദ പാസേജ് ബിലോ ആൻഡ് fill in the blanks using appropriate prepositions choosing from those in the box below. ഇവിടെയുള്ള ഈ പാസേജിലെ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക അനുയോജ്യമായ പ്രിപ്പോസിഷൻ കൊണ്ട്. ആദ്യം ബൈ. ബൈ എന്നുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിനാൽ, ഒരു വസ്തു കൊണ്ട് എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇൻസ്പയർഡ്, അയാൾ പ്രചോദിതനായി, ബൈ എ ബുക്ക്, ഒരു ബുക്കിനാൽ, ഒരു പുസ്തകം കൊണ്ട്. ദെൻ ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ, നേരത്തെ വിശദീകരിച്ച ഫോർ എന്നുള്ളത് വേണ്ടി എന്നർത്ഥത്തിലാണ്. അദ്ദേഹം പ്രചോദനത്തിന് വേണ്ടി എന്നർത്ഥത്തിലാണ് ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രം എന്നുള്ളത് ഒരിടത്ത് നിന്ന്, ഫ്രം ദ പീസ്ഫുൾ സറൗണ്ടിങ്സ്, ശാന്തമായ ചുറ്റുപാടിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന്, സ്ഥാനത്ത് നിന്ന്, ഫ്രം. ദെൻ ഇൻ എന്നുള്ളത് നേരത്തെ വിശദീകരിച്ചത് ഒന്നിനകത്ത്, അതല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ, പ്രകൃതിയിൽ, ആ ഇൽ എന്നർത്ഥമാണ്. ഇൻ ദ ഷെയ്ഡ്, തണലിൽ. ദെൻ ഓഫ് എന്നുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, ഇൻ ദ ഷെയ്ഡ് ഓഫ് ടോൾ ഗ്രീൻ ട്രീസ്, മരത്തിൻ്റെ തണലിൽ എന്നർത്ഥത്തിൽ. ദെൻ എബൌട്ട്, സംബന്ധിച്ച്, അതിനെ കുറിച്ച് എന്നൊക്കെ അർത്ഥത്തിൽ. തിങ്കിങ് എബൌട്ട് സ്റ്റോറീസ്, കഥകളെ സംബന്ധിച്ച്, കഥകളെ കുറിച്ച്. ദെൻ കമ്മിറ്റഡ് ടു ദ ഗോൾസ്, ലക്ഷ്യത്തിലേക്ക്, ടു, ഒന്നിലേക്ക് എന്നർത്ഥത്തിലാണ് ടു ഉപയോഗിക്കുന്നത്. ദെൻ ഓൺ എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ഓൺ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒന്നിനെ മേൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഫോക്കസിങ് ഓൺലി ഓൺ വാട്ട് ദേ വാണ്ടഡ് ടു അച്ചീവ്, ഒരു ലക്ഷ്യത്തിന്മേൽ. ഫോക്കസ് ഓൺ എന്നുള്ളതും ഓർത്തു വെക്കുക. നൗ ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. ഇവിടെ 3 സെൻറ്റൻസുകൾ നൽകിയിരിക്കുന്നു. അതിലെ ഹൈലൈറ്റഡ് വേർഡ്സ് ശ്രദ്ധിക്കുക. സെൻറ്റൻസ് എ, ജെറോം വെന്റ് ടു ദ ഡോക്ടേഴ്സ് ക്ലിനിക്. ബി, the doctor examined him. C, the doctor gave him a medical prescription. Went, examined, gave. ഇവയാണ് highlighted words. What is the function of the highlighted words in these sentences? ഈ സെൻറ്റൻസുകളിൽ ഈ highlighted wordsന്റെ പ്രവൃത്തി എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? The highlighted words are verbs. They tell us about the actions of the subject or the doer in each sentence. ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റിൻ്റെ പ്രവൃത്തിയെയാണ് ഈ ഹൈലൈറ്റഡ് വേർഡ്സ് സൂചിപ്പിക്കുന്നത്. അതായത് വാട്ട് ഡു ദീസ് വേർഡ്സ് ഡിനോട്ട്, ഈ വാക്കുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് ഓർ വാട്ട് ദ സബ്ജക്റ്റ് ഡസ്, സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റിൻ്റെ പ്രവൃത്തിയെ അത് സൂചിപ്പിക്കുന്നു. ദ വേർബ്സ് ഇൻ ദീസ് സെൻറ്റൻസസ് ഡിനോട്ട് an action done or experienced by a person or thing. ഒരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന പ്രവൃത്തിയെയാണ് വേർബ് സൂചിപ്പിക്കുന്നത്. എ വേർബ് ഈസ് ദ കീ എലിമെന്റ് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിൽ നിർബന്ധമായും ഒരു വേർബ് ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെന്റാണ് വേർബ് എന്നുള്ളത്. ഒരു സെന്റൻസിൽ വേർബ് നിർബന്ധമാണ് എന്നർത്ഥം. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. മറ്റ് 2 സെന്റൻസുകൾ ഇവിടെ നൽകിയത് ശ്രദ്ധിക്കുക. സെന്റൻസ് 1, ദ ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. നമ്പർ 2, he had all the diseases mentioned in the medical journal. Was and had ഇവയാണ് ഈ 2 സെന്റൻസുകളിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. Do the verbs was and had denote action here? ഈ ഹൈലൈറ്റഡ് വേർഡ്സ് ആണ് ആ സെന്റൻസുകളിലെ വേർബ്സ്. എന്നാൽ ഇവ എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ടോ? No. The verbs in these 2 sentences show no actions. ഈ 2 വേർബ്സും ഒരു ആക്ഷനെയും സൂചിപ്പിക്കുന്നില്ല. ദേ ആർ നോട്ട് ആക്ഷൻ വേർബ്സ്. അതുകൊണ്ട് തന്നെ അവ ആക്ഷൻ വേർബ്സ് അല്ല. ദീസ് വേർബ്സ് ഇൻ ദീസ് സെൻറ്റൻസസ് ടെൽ us what a person or thing is. ഇത്തരം വേർബുകൾ അതിലെ സബ്ജക്റ്റ് എന്താകുന്നു, അതല്ലെങ്കിൽ ഹാസ്, അത്തരം സബ്ജക്റ്റിന് എന്തുണ്ട്, അവർ എന്ത് സ്വന്തമാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ദേ ഡിനോട്ട് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓർ എക്സിസ്റ്റൻസ്. ആ വ്യക്തി എന്താകുന്നു, അയാൾ ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത് എന്ന് വാസ് എന്നുള്ള വേർബ് കാണിക്കുന്നു. അതായത് ദ ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്, ആയിരുന്നു, അതൊരു പ്രവൃത്തിയല്ല. ആൻഡ് പൊസഷൻ, അയാൾ എന്താണ് അയാൾക്ക് സ്വന്തമായിട്ടുള്ളത്. ഹി ഹാഡ് ഓൾ ദ ഡിസീസസ്, അയാൾക്ക് എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ
അയാൾക്ക് എന്തുണ്ടായിരുന്നു, ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നതാണ് ഇത്തരം വേർബ്സ്. Now the activity C. Read the given passage. Identify the verbs and place them in appropriate columns in the table below. ഇവിടെ ഒരു പാസേജ് നൽകിയിരിക്കുന്നു. അത് വായിച്ചിട്ട് അതിലത്തെ വേർബ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ടേബിളിൽ അനുയോജ്യമായി അവ ക്രമീകരിക്കുക. ടേബിളിൽ തന്നിരിക്കുന്നത് ഒരിടത്ത് ആക്ഷൻ എന്നാണ്, എന്ന് വെച്ചാൽ ആക്ഷൻ വേർബ്സ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരാൾ എന്താകുന്നു, ആയിരുന്നു എന്ന് പറയുന്ന വേർബ്സ്. ദെൻ പൊസഷൻ, ഒരാൾക്ക് എന്തുണ്ട്, അയാൾ എന്ത് സ്വന്തമാക്കുന്നു എന്ന് പറയുന്ന തരം വേർബ്സ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ആക്ഷൻ വേർബ്സ് ആണ് ഇവിടെ ലവ്സ്, വാക്സ്, അലോ, ഇൻസ്പയർഡ്, ക്രിയേറ്റഡ്, ടേൺഡ് ഔട്ട് എന്നിങ്ങനെ. ദെൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരാൾ എന്താകുന്നു എന്ന് കാണിക്കുന്ന വേർബ്സ് ഇവിടെ 3 പ്രാവശ്യം ഉപയോഗിച്ചത് ഈസ് എന്ന് തന്നെയാണ്. ദെൻ പൊസിഷൻ, ഒരാൾക്ക് എന്തുണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിക്കുന്നത് ഇവിടെ 2 വേർബ്സ് ആണ് ഉള്ളത്, ഹാസും ഹാഡും. 2 പ്രാവശ്യം ഹാസ് വന്നിട്ടുണ്ട്, 1 പ്രാവശ്യം ഹാഡ്, ഉണ്ട്, ഉണ്ടായിരുന്നു എന്നിങ്ങനെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡി. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. ഇവിടെ 3 സെൻറ്റൻസുകൾ നൽകിയിരിക്കുന്നു. അതിലെ ഹൈലൈറ്റഡ് വേർഡ്സ് ശ്രദ്ധിക്കുക. ഹാവ്, ആം, വിൽ. വാട്ട് പേർപ്പസ് ഡു ദ വേർഡ്സ് ഹാവ്, ആം, വിൽ സെർവ് ഇൻ ദീസ് സെൻറ്റൻസസ്? ഈ സെൻറ്റൻസുകളിൽ ഈ 3 ഹൈലൈറ്റഡ് വേർഡ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ഡോണ്ട് ദി സപ്പോർട്ട് ദ മെയിൻ വേർബ്സ്? അവ മെയിൻ വേർബിനെ സഹായിക്കുകയല്ലേ? യെസ്, ദി സപ്പോർട്ട് ഓർ ഹെൽപ്പ് ദ മെയിൻ വേർബ്സ് ഇൻ ഈച്ച് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലും മറ്റൊരു മെയിൻ വേർബ് ഉണ്ട്, അവയെ സഹായിക്കുകയാണ്. ആദ്യ സെൻറ്റൻസിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് വേർബ്, അതിൽ കംപ്ലീറ്റഡ് എന്നുള്ളതാണ് മെയിൻ വേർബ്. ഹാവ് വെറും ഒരു ഹെൽപ്പർ മാത്രമാണ്, അതുകൊണ്ട് അതൊരു ഹെൽപ്പിംഗ് വേർബാണ്. രണ്ടാം സെൻറ്റൻസിൽ ആം റീഡിങ്, റീഡിങ് എന്നുള്ളതാണ് മെയിൻ വേർബ്, ആം എന്നുള്ളത് അതിൻ്റെ ഒരു ഹെൽപ്പർ മാത്രമാണ്. മൂന്നാം സെൻറ്റൻസിൽ വിൽ വിസിറ്റ്, വിസിറ്റ് എന്നുള്ളതാണ് മെയിൻ വേർബ്, വിൽ എന്നുള്ളത് അതോടൊപ്പം വന്നിരിക്കുന്ന ഒരു ഓക്സിലറി വേർബ് അഥവാ ഒരു ഹെൽപ്പിംഗ് വേർബാണ്. അതുകൊണ്ട് ഇവയെല്ലാം തന്നെ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് അഥവാ ഓക്സിലറി വേർബ്സ് ആണ്. ദീസ് വേർബ്സ് ആർ ഓക്സിലറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. Auxiliary verbs work together with main verbs to form various grammatical functions and to convey shades of meaning. പ്രധാന വേർബ്സിനോടൊപ്പം ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ടാണ് ഈ ഓക്സിലറി വേർബ്സ് പ്രവർത്തിക്കുന്നത്. പലതരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് അവ ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ പല മീനിങ് വ്യത്യാസങ്ങളും ഉണ്ടാക്കാനും അവയ്ക്ക് സാധിക്കും. പ്രധാന ഫങ്ഷൻസ് ഇവയാണ്. ദി ഓക്സിലറി വേർബ്സ് ഹെൽപ്പ് ടു ക്രിയേറ്റ് വേരിയസ് ടെൻസസ്, വ്യത്യസ്തമായ ടെൻസുകൾ. ആദ്യ സെൻറ്റൻസിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അതിൽ ഹാവ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചിരിക്കുന്നു. രണ്ടാം സെൻറ്റൻസിൽ ആം റീഡിങ് എന്നുള്ളത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് പ്രസൻറ്റ് ആക്കുന്നതിന് ആം ഉപയോഗിച്ചിരിക്കുന്നു, റീഡിങ് എന്ന കണ്ടിന്യൂസ് ഫോമിനെ. ദെൻ വിൽ വിസിറ്റ് എന്നുള്ളത് ഒരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസാണ്. അതിൽ വിസിറ്റ് എന്നുള്ള ബേസ് ഫോമിനോടൊപ്പം വിൽ എന്ന ഓക്സിലറിയാണ് അതിനെ ഫ്യൂച്ചറാക്കി മാറ്റുന്നത്. അപ്പോൾ വേരിയസ് ടെൻസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ദെൻ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കാൻ നാം ഓക്സിലറിയുടെ സഹായം തേടും. അതോടൊപ്പം തന്നെ ഫ്രെയിം ക്വസ്റ്റ്യൻസ്, നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ഓക്സിലറിയുടെ സഹായം വേണ്ടിവരും. ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ ഹാവ്, ആം പോലുള്ള ഈ 2 വേർബ്സിന് മെയിൻ വേർബായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും. നാം നേരത്തെ കണ്ടതാണ് ഹാവ്, ഹാസ്, ഹാഡ്. അവ മെയിൻ വേർബായിട്ടും വരും. അതുപോലെ തന്നെ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇതൊക്കെ മെയിൻ വേർബായിട്ടും പ്രവർത്തിക്കും. അതായത് എപ്പോഴാണ് അവ മെയിൻ വേർബാകുന്നത്? മറ്റൊരു മെയിൻ വേർബ് ഇല്ലാതെ ഹാവോ ആമോ ഒക്കെ തനിച്ചു വരുമ്പോൾ അവ മെയിൻ വേർബായിരിക്കും. എന്നാൽ ഈ സെൻറ്റൻസുകളിൽ കാണുന്ന പോലെ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെയിൻ വേർബിനോടൊപ്പം ഹാവ് വന്നപ്പോൾ കംപ്ലീറ്റഡ് എന്നുള്ളതാണ് മെയിൻ വേർബ്, ഹാവ് വെറും ഹെൽപ്പിംഗ് വേർബായിരിക്കും. റീഡിംഗ് എന്നുള്ളതാണ് മെയിൻ വേർബ്, ആം അപ്പോൾ വെറും ഹെൽപ്പിംഗ് വേർബായിരിക്കും. അവ തനിച്ചാണെങ്കിൽ മെയിൻ വേർബായിട്ടും മറ്റൊരു മെയിൻ വേർബിനോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബായിട്ടും പ്രവർത്തിക്കും എന്നും അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി. ദ പാസേജ് ഗിവൺ ബിലോ ഹാസ് സം എറേഴ്സ് ഇൻ ഇറ്റ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പാസേജിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നതൊക്കെ എറേഴ്സ് ആണ്.
ലെറ്റ്സ് എഡിറ്റ് ദം, അവ കറക്റ്റ് ചെയ്ത് എഴുതുക. എന്താണ് ഷീ വർക്ക് എന്നതിൻ്റെ പ്രശ്നം? ഷീ എന്നുള്ള ഒരു സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം വർക്ക് എന്നുള്ള പ്ലൂറൽ വേർബ് വന്നതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അത് വർക്ക്സ് എന്ന യെസ് ഫോം വേർബാക്കി മാറ്റണം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു വേർബിനും ഒരു ബേസ് ഫോമും അഥവാ വർക്ക് പോലെ വർക്ക്സ് ഒരു എസ് ഫോം ഉണ്ടായിരിക്കും. അതിൽ ആ എസ് ഫോം സൂചിപ്പിക്കുന്നത് സിംഗുലർ എന്നാണ്. വർക്ക്സിലെ എസ് കാണിക്കുക സിംഗുലർ. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എസ് ഫോം വേണ്ടിവരും. ഷീ എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. ഷീ വർക്ക് എന്നുള്ള പ്ലൂറൽ ഫോം പറ്റില്ല, ഷീ വർക്ക്സ്. രണ്ടാമത് ഷീ ഹാസ് ബീൻ വർക്ക്ഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഷീ ഹാസ് ബീൻ വർക്ക്ഡ് എന്നുള്ളത് ഒരു പാസീവ് ഫോമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയിൽ കുറേ നാളുകളായിട്ട് അവൾ പ്രവർത്തിച്ചു വരുന്നു. കുറേ മുമ്പ് തുടങ്ങുകയും ഇപ്പോഴും വർത്തമാനകാലത്തിലേക്ക് തുടരുകയും ഇപ്പോഴും സ്റ്റോപ്പായിട്ടില്ല, ഇനിയും മുന്നോട്ട് പോകും ആ പ്രവൃത്തി എന്നിങ്ങനെ ഒരു ദീർഘനാളായിട്ട് തുടരുന്ന പ്രവൃത്തിയെ നാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് സാധാരണ പറയുക. അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ഫോമാണ് വേണ്ടത്. ഷീ ഹാസ് ബീൻ വർക്കിംഗ്, ഒരു വേർബിൻ്റെ ING ഫോമാണ് അതിൻ്റെ കണ്ടിന്യൂസ് ഫോം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്ന് വേണം. ദെൻ ഷീ ഹാവ് ലെറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ എറർ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഹാവ് എന്നുള്ള പ്ലൂറൽ ഫോം പറ്റില്ല. ഹാവിന് പകരം ഹാസ് എന്ന എസ് ഫോം വേണം. ഷീ ഹാസ് ലെറ്റ് എന്നാണ് കറക്റ്റ് ഫോം. ദെൻ ഷീ വിൽ പ്രസൻറ്റഡ്. ഇവിടെ വിൽ എന്ന ഒരു ഫ്യൂച്ചർ ഓക്സിലറി വേർബ് ഉണ്ട്. എപ്പോഴും ഒരു മോഡൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ ബേസ് വേർബേ വരികയുള്ളൂ. നേരത്തെ കണ്ട പോലെ വിൽ വിസിറ്റ് എന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ വിൽ പ്രസൻറ്റ് എന്നേ പറ്റുകയുള്ളൂ, വിൽ പ്രസൻറ്റഡ് പറ്റില്ല. വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഇവയോടൊപ്പം തുടർന്ന് വരുന്ന മെയിൻ വേർബുകൾ എപ്പോഴും ബേസ് രൂപത്തിലായിരിക്കണം എന്നും ഓർത്തു വെക്കുക. ദെൻ നറ്റേഷ ഹാവ് ഫുൾ എന്ന് പറയുന്ന ആ ഭാഗത്ത് നേരത്തെ വിശദീകരിച്ച പോലെ നറ്റേഷ എന്നുള്ളത് ഷീ എന്നതിന് തുല്യമാണ്. ഒരു സിംഗുലർ വ്യക്തിയാണ്, സിംഗുലർ സബ്ജക്റ്റാണ്. അതിനോടൊപ്പം യെസ് ഫോം വേണം. നറ്റേഷ ഹാസ് എന്ന് വേണം. Now, activity 3. Read the following sentences from a prescription for life. I again turned over the pages. Turned over എന്നുള്ളത് ശ്രദ്ധിക്കുക. I wondered what else I had got. St. Vitus dance. Turned up. Turned up. Look at the italicized words. ഇവിടെ ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്ന ആ ഫ്രേസൽ വേർബുകൾ ശ്രദ്ധിക്കുക. The word turned is a verb which may be used in different senses. ടേൺഡ് എന്നുള്ളതാണ് രണ്ട് മെയിൻ വേർബുകൾ. അവ വ്യത്യസ്തമായ അർത്ഥത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതുമാണ്. എന്നാൽ വേർഡ്സ് ലൈക്ക് ഓവർ ആൻഡ് അപ്പ് യൂസ്ഡ് വിത്ത് വേർബ്സ് ലൈക്ക് ടേൺ ആർ പാർട്ടിക്കിൾസ്. ഇത്തരം ടേൺ പോലുള്ള ഒരു മെയിൻ വേർബിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഓവർ, അപ്പ് തുടങ്ങിയ ഈ വാക്കുകൾ പാർട്ടിക്കിൾസ് എന്നാണ് അറിയപ്പെടുക. ദീസ് വേർഡ്സ് ചേഞ്ച് ദി സെൻസ് ഓഫ് ദി വേർബ്. അങ്ങനെ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾ ഒരു മെയിൻ വേർബിൻ്റെ കൂടെ വന്നാൽ ആ മെയിൻ വേർബിന് നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ അടിസ്ഥാന മീനിങ്ങിൽ വ്യത്യാസം സംഭവിക്കും. സച്ച് എക്സ്പ്രഷൻസ് വേർബ് പ്ലസ് പാർട്ടിക്കിൾ ഇങ്ങനെയുള്ള ചില കോമ്പിനേഷൻ ആർ ഫ്രേസൽ വേർബ്സ്. ഇതിനാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയാറ്. ഈ ഫ്രേസൽ വേർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് പാർട്ടിക്കിൾസ്. ഒരു മെയിൻ വേർബും അതോടൊപ്പം ഒരു പാർട്ടിക്കിളും ചേർന്നതാണ് ഒരു ഫ്രേസൽ വേർബ്. ഈ പാർട്ടിക്കിൾ പലപ്പോഴും ആഡ്വേർബ്സ് ആകാം, അല്ലെങ്കിൽ നേരത്തെ നാം പരിചയപ്പെട്ട പോലെ പ്രിപ്പൊസിഷൻസ് ആകാം. അവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെയിൻ വേർബും പാർട്ടിക്കിളും ദാറ്റ് ടുഗദർ ഹാസ് എ മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ മീനിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേർഡ്സ്. അവയ്ക്ക് തനിച്ചായിട്ട് വരുമ്പോൾ ടേൺ എന്ന വാക്കിൽ നിന്നും ഓവർ എന്നുള്ള വാക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂന്നാമത് മീനിങ് ആയിരിക്കും ടേൺ ഓവർ എന്ന വാക്കിന് വരുന്നത്. അതാണ് ഫ്രേസൽ വേർബുകളുടെ പ്രത്യേകത. അവയിലെ ഇൻഡിവിജ്വൽ വേർഡ്സിനുണ്ടാകുന്ന മീനിങ്സിൽ നിന്നും പലപ്പോഴും വ്യത്യസ്തമായ ഒരു മീനിങ് ആയിരിക്കും അവ ചേർന്നുണ്ടാക്കുന്ന പുതിയ മീനിങ്. ഫോർ എക്സാമ്പിൾ, ഗിവ് അപ്പ്. ഗിവ് എന്നുള്ള മെയിൻ വേർബും ഒരു പാർട്ടിക്കിളായ അപ്പ് മീൻസ് ടു ക്വിറ്റ്, ഉപേക്ഷിക്കുക എന്നൊരർത്ഥം വരും. ടു ക്വിറ്റ്. ഗിവ് എന്നതിന് ഒരു ബേസിക് മീനിങ് വേറെ ഉണ്ട്, അപ്പ് എന്നതിന് മറ്റൊരു മീനിങ്ങും. എന്നാൽ അവ ചേർന്നുണ്ടാക്കുന്ന ഗിവ് അപ്പ്, ടു ക്വിറ്റ്
എന്നുള്ളത് പ്രത്യേകമായ മീനിങ് ആണെന്നും അറിഞ്ഞു വെക്കുക, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ്സ് ഓഫ് ഗിവ് ആൻഡ് അപ്പ്. Now, here is a list of phrasal verbs from a prescription for life. Match them with their meanings. ഇവിടെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ലെസണിൽ നിന്നെടുത്ത ഏതാനും ഫ്രേസൽ വേർബ്സ് എന്ന കോളത്തിൽ നൽകിയിരിക്കുന്നു. നെക്സ്റ്റ് കോളത്തിൽ മീനിങ്സുമുണ്ട്. എന്നാൽ കൃത്യമായ ഓർഡറിലല്ല. ഓരോ ഫ്രേസൽ വേർബിൻ്റെയും പ്രത്യേകമായ മീനിങ്സ് അനുയോജ്യമായ വിധം മാച്ച് ചെയ്തെഴുതുക. ആദ്യ ഫ്രേസൽ വേർബ് ശ്രദ്ധിക്കുക, ഗോ ത്രൂ. ഗോ എന്നുള്ള മെയിൻ വേർബും ത്രൂ എന്ന ഒരു പാർട്ടിക്കിളും, ഗോ ത്രൂ. ഇവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മീനിങ് ആണ് അതിനുള്ളത്. അതായത് ടു എക്സാമിൻ കെയർഫുള്ളി ഓർ ടു റീഡ്, വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കുക, അതല്ലെങ്കിൽ വായിക്കുക എന്നൊക്കെയാണ് ഗോ ത്രൂ എന്ന ഫ്രേസൽ വേർബ് മീനിങ്. രണ്ടാമത്തത് ടേൺ അപ്പ്. ഇൻഡിവിജ്വലായിട്ട് അവയ്ക്ക് വ്യത്യസ്തമായ മീനിങ് ആണ്. എന്നാൽ അവ ചേർന്ന് വരുന്ന ടേൺ അപ്പ് എന്നതിൻ്റെ മീനിങ് ടു അപ്പിയർ, പ്രത്യക്ഷപ്പെടുക, ഓർ അറൈവ് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി ഒരിടത്ത് എത്തിച്ചേരുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. നമ്പർ 3 ശ്രദ്ധിക്കൂ, ഡോൺ അപ്പോൺ, അതല്ലെങ്കിൽ ഡോൺ ഓൺ. ഡോൺ എന്നുള്ള ഒരു മെയിൻ വേർബിനോടൊപ്പം ഒന്നുകിൽ അപ്പോൺ അല്ലെങ്കിൽ വെറും ഓൺ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ വന്നാൽ അതിൻ്റെ അർത്ഥം വ്യത്യാസമാകുന്നു. ടു റിയലൈസ്, ബോധ്യമാവുക, മനസ്സിലാവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 4 ടേൺ ഓവർ. ടേൺ എന്നുള്ള മെയിൻ വേർബിനോടൊപ്പം ഓവർ എന്ന ഒരു പാർട്ടിക്കിൾ അത് ചേർന്ന് വന്നാൽ അർത്ഥം ടു ഫ്ലിപ്പ് ഓവർ എന്നാണ്. ടേൺ ഓവർ സാധാരണ പറയുന്നതാണ് ഒരു പുസ്തകത്തിൻ്റെ പേജൊക്കെ മറിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു തലകീഴായി പിടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദെൻ നമ്പർ 5 ഗോ ഓൺ. ഗോ ആൻഡ് ഓൺ ഏറ്റവും സുപരിചിതമായ 2 വാക്കുകളാണ്. എന്നാൽ അവ ചേർന്നുണ്ടാക്കുന്ന ഗോ ഓൺ എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു കണ്ടിന്യൂ എന്നാണ്. ഒരു പ്രവൃത്തി തുടരുക, ഒരവസ്ഥ തുടരുക, തുടർന്നു പോവുക എന്നർത്ഥം. നമ്പർ 6 പാസ് എവേ. എല്ലാവർക്കും പരിചിതമായ ഒരു ഫ്രേസൽ വേർബാണ്. എന്നാൽ പാസ് എന്നതിന് വ്യത്യസ്തമായ ഒരു മീനിങ്ങും എവേ എന്നത് വേറെ ഒരു പദമാണ്, അതിൻ്റെ വേറെ ഒരു മീനിങ്ങുമുണ്ട്. ഇവ രണ്ടും കൂടെ ചേർന്ന് വന്ന ഒരു ഫ്രേസൽ വേർബ് ആകുമ്പോൾ അതിനർത്ഥം ടു ഡൈ, മരിച്ചു പോവുക, കടന്നു പോവുക എന്നൊക്കെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. നൗ replace the highlighted words or phrases in the following paragraph using the appropriate form of the phrasal verbs given in the box. ഇവിടെ ഒരു ബോക്സിൽ ഏതാനും ഫ്രേസൽ വേർബ്സ് നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന എല്ലാ ഫ്രേസൽ വേർബ്സും ഗോ ഓൺ, ടേൺ അപ്പ്, ടേൺ ഓവർ, ഗോ ത്രൂ എല്ലാം അതിൻ്റെ ബേസ് ഫോമിലാണ്. ഇനി പാസേജ് വായിക്കുക. ആ പാസേജിൽ ഹൈലൈറ്റഡ് വേർഡ്സ് ഉണ്ട്. അവയ്ക്ക് പകരമായി അനുയോജ്യമാം വിധം മീനിങ് ഫുൾ ആയിട്ടാണ് ഈ ഫ്രേസൽ വേർബ് മാറ്റി എഴുതേണ്ടത്. അപ്പോൾ പാസേജിലുള്ള പോലെ ആ ടെൻസ് ഫോമിലേക്ക് ആവശ്യമായ മാറ്റം ഫ്രേസൽ വേർബ്സിനും കൊടുക്കണം. ഇത് പലപ്പോഴും വിദ്യാർത്ഥികൾ എക്സാമിൽ ശ്രദ്ധിക്കാറില്ല. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യ ഹൈലൈറ്റഡ് വേർഡ് റീഡ്സ് എന്നാണ്. റീഡ് അല്ല, റീഡ്സ്. ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം റീഡ്സ് എന്നുള്ള എസ് ഫോം സിംഗുലർ വേർബ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ഫ്രേസൽ വേർബ് ഗോ ത്രൂ എന്നാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വെച്ചു. എന്നാൽ ഗോ ത്രൂ എന്നുള്ളത് അതേപോലെ എഴുതിയാൽ ഇവിടെ ശരിയാകില്ല. റീഡ്സ് എന്നതിന് പകരം ഗോ ത്രൂ എന്ന ഫ്രേസൽ വേർബിനെ ഗോസ് ത്രൂ എന്ന എസ് ഫോമിലേക്ക് മാറ്റണം. ദെൻ നെക്സ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ എന്നുള്ളതാണ്. ഫ്ലിപ്പിംഗ് ത്രൂ എന്നുള്ളതിന് നമുക്ക് വേണ്ടത് ടേൺ ഓവർ എന്നുള്ള ഫ്രേസൽ വേർബാണ്. എന്നാൽ ഫ്ലിപ്പിംഗ് എന്നുള്ള ING ഫോമിലാണ് നമുക്ക് മാറ്റാനുള്ള വേർബ്. അതുകൊണ്ട് അതേ രൂപത്തിൽ ING ഫോമിലേക്ക് നാം ഫ്രേസൽ വേർബിനെയും മാറ്റണം. ടേണിംഗ് ഓവർ എന്നാക്കി മാറ്റണം. അടുത്തത് കണ്ടിന്യൂസ് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് എന്നുള്ളത് കണ്ടാൽ അറിയാം ഒരു എസ് ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിനനുയോജ്യമായ ഫ്രേസൽ വേർബ് ഗോ ഓൺ എന്നാണ്. എന്നാൽ കണ്ടിന്യൂസ് എന്ന എസ് ഫോമിലേക്ക് അത് മാറ്റുമ്പോൾ ഗോസ് ഓൺ എന്നാക്കി മാറ്റണം. ദെൻ ലാസ്റ്റ് വൺ അറൈവ്സ്. അറൈവ്സ് എന്നുള്ളതും എസ് ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് ടേൺ അപ്പ് എന്നെഴുതിയാൽ മതിയാകില്ല. ടേൺസ് അപ്പ് എന്ന എസ് ഫോമിലേക്ക് അതിനെ മാറ്റണം. നെക്സ്റ്റ് ആക്ടിവിറ്റി. Activity 4. Read the following passage, identify the subjects and verbs of the sentences and list them in the space provided. One has been done for you. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പാസേജിലെ ഓരോ സെൻറ്റൻസും വായിച്ച് ആ ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് അഥവാ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നാം പറയുന്നത്, അതൊരു പക്ഷേ ഒരു വ്യക്തിയാകാം, അതല്ലെങ്കിൽ ഒരു വസ്തുവാകാം, ഒരു സങ്കല്പമാകാം.
ദെൻ അതുമായി ബന്ധപ്പെട്ട വേർബ്, ആ വേർബ് ഒരു പക്ഷേ ഒരു ആക്ഷൻ വേർബ് ആകാം, നേരത്തെ മനസ്സിലാക്കിയ പോലെ. അതല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എന്താകുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു സ്റ്റാറ്റീവ് വേർബ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ അയാൾ എന്ത് സ്വന്തമാക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു പൊസിഷൻ കാണിക്കുന്ന വേർബ് ആകാം. ഏതായാലും സബ്ജക്റ്റും വേർബും തിരിച്ചറിയുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ പാസേജ് വായിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലെ സെൻറ്റൻസുകൾ ഇവിടെ വേർതിരിച്ചെഴുതിയിട്ടുമുണ്ട്. ആദ്യ സെൻറ്റൻസിൽ ടെനി എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. അതോടൊപ്പം വന്നിരിക്കുന്ന വേർബ് ഈസ് എന്നുള്ള ഒരു വേർബാണ്, സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നുള്ള സിംഗുലർ വേർബ്. രണ്ടാമത് ഹി എന്നുള്ളതാണ്, അതും ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതിൻ്റോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻറ്റെയിൻസ് എന്ന എസ് ഫോം വേർബാണ്, സിംഗുലർ സബ്ജക്റ്റ്. ദെൻ മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ട്രീസ് എന്നുള്ള ആ ഒരു നൗൺ ഗ്രൂപ്പാണ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ്, ഫ്രൂട്ട് മരങ്ങൾ, ബഹുവചനമാണ്, പ്ലൂറലാണ് സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഫ്ലറിഷ് എന്ന രൂപത്തിൽ എസ് ഫോം ചേർക്കാതെ ഒരു ബേസ് വേർബ്, പ്ലൂറൽ വേർബ് തന്നെ ചേർത്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തതിൽ ദീസ്, ഇവ, ഇവകൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണാണ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതും പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇൻക്ലൂഡ് എന്നുള്ള ബേസ് വേർബ് ഉപയോഗിച്ചത്, ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ടെനീസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, ഇതും പ്ലൂറലാണ്, അതുകൊണ്ട് ഹെൽപ്പ് എന്നുള്ള പ്ലൂറൽ വേർബ് തന്നെ ഉപയോഗിച്ചു, ഹെൽപ്സ് എന്നുള്ള എസ് ഫോം അല്ല. ദെൻ ദേ എന്നുള്ള ഒരു പ്ലൂറൽ പ്രോനൗണാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ബിലീവ് എന്നുള്ള പ്ലൂറൽ വേർബ് എസ് ഫോം ചേർക്കാതെ ബേസ് ഫോമിൽ ചേർത്തിരിക്കുന്നു. ദെൻ ദി എൻറ്റയർ ഫാമിലി, ദി എൻറ്റയർ ഫാമിലി എന്നുള്ളത് ഇവിടെ ഫാമിലി ഒരു ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. ഫാമിലി അതൊരു സിംഗുലർ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അതിൻ്റോടൊപ്പം എൻജോയ്സ് എന്നുള്ള സിംഗുലർ വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ വേർബ് വിത്ത് ദ സിംഗുലർ ഫോം, എ പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ വേർബ് വിത്ത് പ്ലൂറൽ ഫോം. സിംഗുലർ വേർബ് ഫോം എന്നുള്ളത് എസ് ഫോം ആണ്. ഒരു സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം എപ്പോഴും നാം സിംഗുലർ വേർബ് ഫോമായ എസ് ഫോം ചേർക്കണം. ഇതെല്ലാം പ്രസന്റ് ടെൻസിലെ കാര്യമാണ്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒരേ പാസ്റ്റ് ഫോം തന്നെ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ബേസ് ഫോം വേർബാണ് ചേർക്കേണ്ടത്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ നാം ബിലീവ് എന്നുള്ള ഒരു വേർബ് പരിഗണിച്ചിരിക്കുന്നു. ഐ ബിലീവ്, വി ബിലീവ്, യു ബിലീവ്, ദേ ബിലീവ്. ദെൻ ടെനി, ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ബിലീവ്. ഇവിടെ ടെനി എന്നുള്ളൊരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെയാണ് നാം സബ്ജക്റ്റായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ടെനി, ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, അതുകൊണ്ടാണത് പ്ലൂറലായിട്ട് വരുന്നത്. ടെനി മാത്രമാണെങ്കിൽ അത് സിംഗുലർ ആകും. അപ്പോൾ ഈ രൂപത്തിൽ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിനോടൊപ്പം നാം ബിലീവ് എന്ന പോലെ ബേസ് ഫോം പ്ലൂറൽ വേർബ് ചേർത്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ എന്നുള്ളത് ഒരു സിംഗുലർ ആണെങ്കിലും അതൊരു എക്സെപ്ഷനാണ്. ഐ എന്നതിനോടൊപ്പം എപ്പോഴും നാം ബേസ് ഫോം പ്ലൂറൽ വേർബ് മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഹി, ഷീ, ഇറ്റ് ഇങ്ങനെ വരുമ്പോൾ ഹി എന്നുള്ളത് സിംഗുലറാണ്, ഷീ, ഇറ്റ് ഇതെല്ലാം സിംഗുലർ സബ്ജക്റ്റാണ്. അതിനോടൊപ്പം നാം ഉപയോഗിക്കേണ്ടത് ബിലീവ്സ് എന്നാണ്. ഹി ബിലീവ്സ്, ഷീ ബിലീവ്സ്, ഇറ്റ് ബിലീവ്സ്. ഇതിനു പകരം ഇവിടെ നാം ഒരു വ്യക്തിയെ പരിഗണിക്കുന്നതെന്ന് സങ്കല്പിക്കാം. ടെനി, ടെനി എന്നുള്ളത് സിംഗുലറായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സൊന്നും ഇപ്പോൾ കൂടെ ഇല്ല. ടെനി ബിലീവ്സ്, അപ്പോഴും നാം സിംഗുലറായിട്ട് ഉപയോഗിച്ചതും ശ്രദ്ധിക്കുക. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസുകൾ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണത്തിന് ദിസ്, അതൊരു സിംഗുലർ ഫോമാണ്. ദിസ് ഇൻക്ലൂഡ്സ്. എന്നാൽ ദിസ് എന്നതിൻ്റെ പ്ലൂറലായ ദീസ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വേർബ് ദീസ് ഇൻക്ലൂഡ്. Next activity, read the following passage and fill in the blanks with the most suitable word choosing from the options given in brackets. ഇവിടെ ഒരു പാസേജ് ബ്ലാങ്ക്സ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. ഓരോ ബ്ലാങ്കിൻ്റെയും കൂടെ സിംഗുലർ പ്ലൂറൽ വേർബ്സും നൽകിയിരിക്കുന്നു. നേരത്തെ മനസ്സിലാക്കിയ പോലെ വളരെ ശ്രദ്ധാപൂർവം സബ്ജക്റ്റ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ഫോം വേർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ഫോം വേർബ് ചേർത്തെഴുതുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കും. ഏതാണ് യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് തിരിച്ചറിയണം. റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു പാസേജാണിത്. റോഡ് സേഫ്റ്റി ഈസ് എന്ന് വേണമോ ആർ എന്ന് വേണമോ എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ.
റോഡ് സേഫ്റ്റി എന്നുള്ള ഒരു ഏക വചനത്തിലുള്ള സിംഗുലർ ആയിട്ടുള്ള ഒരു ഐഡിയയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതൊരു സിംഗുലറാണ്, റോഡ് സേഫ്റ്റി ഈസ്. തുടർന്ന് വായിക്കുമ്പോൾ റോഡ് ആക്സിഡൻസ്, അവിടെ നമുക്ക് കാണാൻ സാധിക്കും റോഡ് അപകടങ്ങൾ പ്ലൂറൽ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ആർ എന്നുപയോഗിച്ചിരിക്കുന്നു. ദെൻ വീണ്ടും വായിക്കുമ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയും, ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്, സിംഗുലറായിട്ടാണ് വ്യക്തിയെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എസ് ഫോം വെർബ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക, ഈച്ച് ഇൻഡിവിജ്വൽ പ്ലേസ്. ദെൻ തുടർന്ന് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദി ഇൻസ്റ്റലേഷൻ ഓഫ് ട്രാഫിക് ലൈറ്റ്സ് ആൻഡ് സർവൈലൻസ് ക്യാമറാസ്. ഇതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. എന്നാൽ ഇതിൽ ട്രാഫിക് ലൈറ്റ്സിനെ കുറിച്ചോ ക്യാമറാസ് എന്ന പ്ലൂറൽ ക്യാമറകളെക്കുറിച്ചോ അല്ല പറയുന്നത്, മറിച്ച് അവ രണ്ടിൻ്റെയും ഇൻസ്റ്റലേഷൻ, അവയുടെ സ്ഥാപനം, അവ സ്ഥാപിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇൻസ്റ്റലേഷൻ എന്നുള്ളത് സിംഗുലറാണ്, അതുകൊണ്ടാണ് ഹാസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ്, ഇവിടെ നമുക്ക് ഒഫീഷ്യൽസ് എന്നുള്ള പ്ലൂറൽ കാണാം. എന്നാൽ ആ ഒഫീഷ്യൽസിന്, ഓഫീസേഴ്സിന് മുഴുവനുമല്ല ഉദ്ദേശിക്കുന്നത്. ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ്, ട്രാഫിക് ഒഫീഷ്യൽസിൻ്റെ ടീം. ആ ടീം എന്നുള്ളത് ഒരു സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. എപ്പോഴും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നേരത്തെ ഫാമിലി എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് ഒരു സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ ഒരു ടീമിൽ തീർച്ചയായും ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ടീം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ അത് സിംഗുലർ ആകും. എന്നാൽ ടീം മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പ്ലൂറലായിട്ട് എടുത്തു പറഞ്ഞാൽ അത് പ്ലൂറലും ആകും. ഇവിടെ ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ്, ട്രാഫിക് ഒഫീഷ്യൽസിൻ്റെ ടീം, ആ ടീം എന്നുള്ളതാണ് മെയിൻ സബ്ജക്റ്റ്. അതുകൊണ്ട് അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചതും ശ്രദ്ധിക്കുക. അടുത്തത് ബട്ട് മെനി, മെനി എന്നതോട് ഉദ്ദേശിക്കുന്നത് മെനി പീപ്പിൾ, മെനി ഫെയിൽ. മെനി എന്നുള്ളത് തന്നെ ധാരാളം എന്നർത്ഥമാണ്, അത് പ്ലൂറലാണ്. അതുകൊണ്ട് ബേസ് ഫോം ഫെയിൽ ഉപയോഗിച്ചു, ഫെയിൽസ് എന്നതിന് പകരം. തുടർന്ന് വായിക്കുമ്പോൾ ദോ എവ്രി വൺ, എവ്രി വൺ എന്നുള്ളത് എപ്പോഴും സിംഗുലറാണ്. നേരത്തെ ഈച്ച് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ പോലെ എവ്രി വൺ, ഓരോ വ്യക്തിയും, സിംഗുലർ ആയതുകൊണ്ട് നോസ് എന്ന സിംഗുലർ ഫോം ഉപയോഗിച്ചു. ദെൻ നെഗ്ലക്റ്റ് എന്നാണ് അടുത്ത കറക്റ്റ് വേർബ്. അതിന് കാരണം അതിനു മുമ്പ് സം പീപ്പിൾ എന്ന പ്ലൂറലാണ് ഉപയോഗിച്ചത്. സം, കുറച്ചാളുകൾ, അത് പ്ലൂറൽ ആയതുകൊണ്ട് നെഗ്ലക്റ്റ് എന്ന് ഉപയോഗിച്ചു. വീണ്ടും വായിക്കുക, വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേയ്സ് ടു റെഡ്യൂസ് ആക്സിഡൻസ്, ആക്സിഡൻസ് കുറയ്ക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായ മാർഗങ്ങളിൽ ഒരെണ്ണം. അപ്പോൾ മാർഗങ്ങൾ എന്ന വേയ്സ് എന്ന പ്ലൂറൽ അല്ല സബ്ജക്റ്റ്, മറിച്ച് ആ മാർഗങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. വൺ ഓഫ് ദ, വൺ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ്, ഇൻ ഫാക്ട് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവേഴ്സ്, നാം ഡ്രൈവേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഡ്രൈവേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്വഭാവം എന്ന സിംഗുലർ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഒരു സിംഗുലർ ഐഡിയ ആയതിനാൽ ഈസ് എന്ന സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി അണ്ടർ ലെറ്റ്സ് കൺവേഴ്സ്. ആക്ടിവിറ്റി 1. Imagine the doctor recommended a course of activities to the narrator instead of giving the prescription. What would be his recommendations? Write them down to have been given. നാം ഈ ആക്ടിവിറ്റിയിൽ പഠിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ഉപദേശിക്കാൻ അല്ലെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഏത് തരത്തിൽപ്പെട്ട പ്രയോഗങ്ങളാണ് സാധാരണമായി ഉപയോഗിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, നെറേറ്ററോട് ഡോക്ടർ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു 11 o'clock ആകുമ്പോഴേക്കും കൃത്യമായി ഉറങ്ങണം, പിന്നീട് അനാവശ്യമായ അൺനെസസറി മെൻ്റൽ പ്രഷേഴ്സ് ഒഴിവാക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പറയാൻ ഉപയോഗിച്ച ആ പ്രയോഗങ്ങൾ, എക്സ്പ്രഷൻസ്, ലാംഗ്വേജ് ശ്രദ്ധിക്കുക. ഐ ഹൈലി റെക്കമെൻഡ് യു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രയോഗം ഓർക്കുക, ഐ ഹൈലി റെക്കമെൻഡ് യു. ദെൻ മറ്റൊന്ന്, യു ഹാഡ് ബെറ്റർ ടേക്ക് എ ബ്രിസ്ക് ലോങ് വാക്ക് എവരി ഡേ, എല്ലാ ദിവസവും നടക്കുക എന്നുള്ള ആ ഉപദേശം പറഞ്ഞിരിക്കുന്നത് ഹാഡ് ബെറ്റർ എന്ന ഒരു പ്രയോഗം കൊണ്ടാണ്. യു ഹാഡ് ബെറ്റർ, അത് കഴിഞ്ഞപ്പോഴും നാം ബേസ് വേർബാണ് ഉപയോഗിക്കുക, ഇവിടെ ഉപയോഗിച്ച പോലെ ടേക്ക്, യു ഹാഡ് ബെറ്റർ ടേക്ക്. ദെൻ ഇനി നമ്മൾ ആഡ് ചെയ്തതും ശ്രദ്ധിക്കുക, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു, ഇങ്ങനെയും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം.
നിങ്ങൾക്ക് നല്ലത് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു ടു ഗോ ടു ബെഡ് അറ്റ് 11 o'clock എവറി നൈറ്റ്. ദെൻ മറ്റൊരെണ്ണം, ഇറ്റ് ഈസ് ഹൈലി അഡ്വൈസബിൾ ഫോർ യു. ഈ ഒരു പ്രയോഗത്തിന് ശേഷവും എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുക. ഇറ്റ് ഈസ് ഹൈലി അഡ്വൈസബിൾ ഫോർ യു ടു അവോയ്ഡ് അൺനെസസറി മെൻ്റൽ പ്രഷർ. ദെൻ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ്, ഒരു റെക്കമെൻഡേഷൻ നൽകാൻ പറ്റുന്ന കൂടുതൽ എക്സ്പ്രഷൻസ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഉദാഹരണത്തിന്, ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ് യു എന്ന് പറഞ്ഞിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുക. ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് യു, it would be wise to, it is a good idea to, you ought to go to bed എന്ന രൂപത്തിൽ. You should go to bed. It is advisable for you to go to bed at 11 o'clock. I would encourage you to go to bed at 11 o'clock every night. You had better go to bed at 11 o'clock every night. ഈ രൂപത്തിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് ചെയ്യാവുന്നതാണ്. Next, activity 2. Let's assume that the narrator wishes to introduce his doctor to his friends. നെറേറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ മറ്റു കൂട്ടുകാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് കരുതുക. ഹിയർ ആർ എ ഫ്യൂ സജഷൻസ്. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചില എക്സ്പ്രഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹൂ ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. ഈ രൂപത്തിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് തുടങ്ങാം. അതല്ലെങ്കിൽ മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട് ഹൂ ടോട്ട് മീ ഹൗ ടു ലിവ് എ ഹെൽത്തി ലൈഫ്. മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട്. ഈ രൂപത്തിൽ നമുക്ക് തുടങ്ങാം. നൗ ഫിൽ ഇൻ ദ ഡയലോഗ് ബോക്സ്. ഹലോ ടീച്ചർ, വിൽ യു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഗേൾ ടു ദ ക്ലാസ്? ഒരു പുതിയ കുട്ടിയെ ക്ലാസ്സിലേക്ക് പരിചയപ്പെടുത്തുമോ എന്ന് ഒരു കുട്ടി ടീച്ചറോട് ചോദിക്കുന്നു. ടീച്ചർ അതിന് എങ്ങനെയാണ് മറുപടി പറയുന്നത്, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ. Of course, dear, I will do that. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Let me introduce to you a new friend എന്ന രൂപത്തിൽ തുടങ്ങാം. അതല്ലെങ്കിൽ ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. This is Miss മൊനീബ. ഈ രൂപത്തിലൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ആക്ടിവിറ്റിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്, the expressions given below may be helpful when you introduce someone to others. ഇവിടെ നൽകിയിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ ഉപകാരപ്പെട്ടേക്കാം. You may add more such expressions to the list. നിങ്ങൾക്ക് പുതിയ എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാവുന്നതുമാണ്. ഉദാഹരണത്തിന്, ദിസ് ഇസ് മിസ്റ്റർ ഓർ മിസ്സസ് എന്ന രൂപത്തിൽ നമുക്ക് ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട്. ഈ രൂപത്തിൽ ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ്. ഈ രൂപത്തിലും ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ പ്ലീസ് മീറ്റ് മൈ ഫ്രണ്ട്. സിമ്പിളായിട്ട് may I introduce you to, let me introduce our new classmates. ഈ രൂപത്തിലൊക്കെ പല എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നമുക്കൊരാളെ പരിചയപ്പെടുത്താം എന്നർത്ഥം. നെക്സ്റ്റ്, ലെറ്റ്സ് ലിസൺ. ഒരു ലിസണിങ് ആക്ടിവിറ്റിയാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ കേൾപ്പിക്കാൻ ആകില്ല. മലാല യൂസുഫ്സായി addressed the United Nations on 12th July 2013, her 16th birthday, emphasizing the importance of education. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ എംഫസൈസ് ചെയ്തുകൊണ്ട് മലാല യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അത് കേൾക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൗ ഫാർ ഐ വിൽ ഗോ എന്ന ഒരു ഡിസ്നി സോങ് വിദ്യാർത്ഥികളോട് കേൾക്കാനും ആവശ്യപ്പെടുന്നു. ദേ ആർ അവൈലബിൾ ഓൺ ദി യൂട്യൂബ് ആൻഡ് ഗൂഗിൾ പ്ലാറ്റ്ഫോംസ്. വിദ്യാർത്ഥികൾക്ക് യൂട്യൂബ്, ഗൂഗിൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പീച്ചും ഈ സോങ്ങും ഒക്കെ കേൾക്കാവുന്നതാണ്. Next activity, game zone. Fill in the blanks using the hints given. You can make use of the glossary. Pick out the highlighted letters and fill in the slogan box given below. Create similar slogans. ഇവിടെ ഒരു ഗെയിം സോണിൽ വിദ്യാർത്ഥികൾക്ക് ബ്ലാങ്കായി ചില ബോക്സുകൾ നൽകിയിട്ടുണ്ട്, ഒരു പസിൽ ഗെയിമിലെ പോലെ. അതോടൊപ്പം തന്നെ ഗ്ലോസറിയിൽ നൽകിയിരിക്കുന്ന ചില വേർഡ് മീനിങ്സും നൽകിയിട്ടുണ്ട്. ഈ വേർഡ്സ് എല്ലാം തന്നെ നാം ഈ യൂണിറ്റിൽ ലെസൺസിൽ പഠിച്ച വേർഡ്സ് ആണ്. ഉദാഹരണത്തിന്, ടു ഹിൻഡർ, തടസ്സപ്പെടുത്തുക എന്ന മീനിങ് വരുന്ന ഒരു സിംഗിൾ വേർഡ്, അബാഷ്. ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ, ഈ അർത്ഥം വരുന്ന ഒരു വേർഡ് കോളറ. ഈ രൂപത്തിൽ ആദ്യം ഈ മീനിങ്സ് വായിച്ച് അതിൻ്റെ വേർഡ്സ് എന്താണെന്ന് പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഓരോ
വേർഡിലും ഒരു ഹൈലൈറ്റഡ് ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എടുത്തുകൊണ്ട് താഴെ നൽകിയിരിക്കുന്ന ഒരു സ്ലോഗൻ ബോക്സ് ഉണ്ട്, അതിലേക്ക് എഴുതി നോക്കുക. ഉദാഹരണത്തിന് ആദ്യ അക്ഷരം എസ്, ദെൻ എ വൈ സേ, ദെൻ എൻ ഒ സേ നോ, ദെൻ ടി ഒ സേ നോ ടു, ദെൻ ജി ആർ യു ജി എസ് സേ നോട്ട് ടു ഡ്രഗ്സ് എന്നിങ്ങനെ ഒരു സ്ലോഗൻ ലഭിക്കും. ഈ രൂപത്തിൽ സിമിലർ ആയിട്ടുള്ള മറ്റു സ്ലോഗൻസും ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. സേ നോ ടു ഡ്രഗ്സ്, ദെൻ ഈറ്റ് ബാലൻസ്ഡ്, എക്സസൈസ് ഡെയിലി, സ്റ്റേ സ്ട്രോങ്, ഒരു ആരോഗ്യകരമായ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സ്ലോഗൻ. ഷട്ട് ഡൗൺ സ്ക്രീൻസ്, ഓപ്പൺ ബുക്സ്, ഷൈൻ ബ്രൈറ്റ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടി വി ഇതിൻ്റെയൊക്കെ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവന്ന് പുസ്തക വായനയിലേക്ക് പോയി അതുവഴി ഷൈൻ ബ്രൈറ്റ്, ബുദ്ധിപരമായി തിളങ്ങുക. ഓണർ ദി ഓൾഡ്, ലവ് ദി എർത്ത്, സ്പ്രെഡ് ഗുഡ്നെസ്, ഇങ്ങനെയുള്ള ഒരു സാമൂഹികമായ ഒരു സ്ലോഗനും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ള ആക്ടിവിറ്റീസ്. ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കാം. എന്നിരുന്നാലും വീഡിയോയിൽ വിശദീകരിച്ച പല കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് പല ആക്ടിവിറ്റീസും എക്സാം ക്വസ്റ്റ്യൻസായി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളവയാണ്. സംശയങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.